അതായത് നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായി ഇസ്ലാം തന്നെ കാണുന്ന ഒരു വിഷയമാണ് മുആമലാത്ത് അല്ലെങ്കിൽ സാമ്പത്തിക നിയമങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത്. സമ്പത്തിനെ സംബന്ധിച്ച് ആദ്യമായി ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്തൊക്കെ പറയുന്നു എന്നുള്ളത് നമുക്കൊന്ന് എത്തിനോട്ടം നടത്താവുന്നതാണ്. വളരെ പ്രധാനമായ ഖുർആൻ അതിനെക്കുറിച്ച് വളരെ വിശദമായ സമ്പത്തിനെക്കുറിച്ചും സമ്പത്തിനെ ഇസ്ലാമിലെ നിലപാടുകളും ഒക്കെ ഖുർആനിലും ഹദീസിലുമൊക്കെ വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ധനത്തെക്കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ആയത്ത് മുന്നോട്ട് വെക്കുകയാണ്. വലാ തുഅ്തുസ്സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാബൻ വർസുഖൂഹും ഫീഹാ വഖ്സൂഹും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ എന്ന ആയത്തില് ധനത്തെക്കുറിച്ച് ധനം എന്നുള്ളതിന് മാല് എന്നാണല്ലോ അറബി പ്രയോഗിക്കുന്നത്. ആ ധനത്തെക്കുറിച്ച് ഖുർആൻ നടത്തിയൊരു പ്രയോഗം ഖിയാമൻ എന്നാണ്. ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായി അള്ളാഹു ആക്കിയിരിക്കുന്ന നിങ്ങളുടെ ധനത്തെയാണ്. അതായത് ഭൗതികമായ നമ്മുടെ ജീവിതത്തിന്റെ ആധാരമായി, ഭൗതികമായ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ഘടകമായി ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ധനത്തെയാണ്. ആ ധനം കൈകാര്യം ചെയ്യുന്ന സമയത്ത് സ്വീകരിക്കേണ്ട സൂക്ഷ്മത കൂടി ആ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ആയത്തിൽ പറയുന്നത് അവിവേകികളായ ആളുകൾക്ക്, വിവേകമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ അർഹതയില്ലാത്തവർക്ക് നിങ്ങൾ ധനം നൽകിപ്പോകരുത് എന്നാണ്. അപ്പൊ ധനം കൈകാര്യം ചെയ്യേണ്ടത് വളരെ സൂക്ഷ്മമായിട്ടാകണം. അത് കൈകാര്യം ചെയ്യാൻ അർഹതയുള്ള കൈകളിൽ മാത്രമേ ധനം ഉണ്ടാകാവൂ എന്നുള്ള കൺസെപ്റ്റ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. കാരണം ധനം കൈകാര്യം ചെയ്യുന്നിടത്ത് വരുന്ന കുറവുകൾ, അതിലുണ്ടാകുന്ന മിസ്മാനേജ്മെന്റുകൾ, അതിലുണ്ടാകുന്ന തെറ്റുകൾ സമൂഹത്തിന് മുഴുവൻ വ്യാപിക്കും. അത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് അതിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തത്. മദീനയിൽ ഹിജ്റ ചെയ്തെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ആദ്യമായി പള്ളി നിർമ്മിച്ചു. പള്ളി നിർമ്മിച്ച നബി രണ്ടാമത് ചെയ്ത പണി സൂക്ക് നിർമ്മിക്കുകയാണ് ചെയ്തത്. അങ്ങാടി അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ടാക്കി. പള്ളി നിർമ്മാണത്തിന് ശേഷം നബി അന്വേഷിച്ചത് മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് അന്വേഷിക്കുകയും അതിനുവേണ്ടി അന്ന് ജൂതന്മാരായിരുന്നു മദീനയിലെ മാർക്കറ്റ് അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അൻസാരികളായ സഹാബാക്കൾ അധികവും കൃഷിക്കാരായിരുന്നു. ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ജൂതന്മാരുടെ അടുത്തു തന്നെ ഒരു മാർക്കറ്റ് തമ്പടിച്ച് മാർക്കറ്റിന് സംവിധാനം ഒരുക്കി. പക്ഷേ അന്നത്തെ ജൂത നേതാവ് അത് പൊളിച്ചു കളയുകയും അയാൾ അതിനെതിരായിട്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശാലമായ അങ്ങാടിയിൽ നിന്നും അല്ലെങ്കിൽ ടൗണിന്റെ മെയിൻ ഭാഗത്തു നിന്നും മാറി കുറച്ചുകൂടി മാറി വളരെ വിശാലമായ ഒട്ടകങ്ങളെയും കുതിരകളെയും കഴുതകളെയും കെട്ടാൻ സ്ഥലമുള്ള എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സൗകര്യമുള്ള വലിയൊരു വിശാലമായ സ്ഥലമാണ് മാർക്കറ്റിന് വേണ്ടി തെരഞ്ഞെടുത്തത്. എന്നിട്ട് ഇതിൽ കാരണം ഇസ്ലാമിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാവിധ സൗകര്യങ്ങളുള്ളതായിരിക്കണം, അതോടൊപ്പം തന്നെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കപ്പെട്ടതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചതുമായൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അത്രത്തോളം പ്രാധാന്യം ഈ വിഷയത്തിന് ഇസ്ലാം നൽകുന്നുണ്ട് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും മാർക്കറ്റിലൂടെ നടന്നിട്ട് ഇടയ്ക്ക് ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കും. അവരോട് പറയും, ഫിഖ് അറിയാത്ത ആളുകൾ, ദീൻ അറിയാത്ത ആളുകൾ മാർക്കറ്റിൽ കച്ചവടം നടത്താൻ പാടില്ല. കാരണം അവര് സ്വയം റിബ ഭക്ഷിക്കുകയും പലിശ ഭക്ഷിക്കുകയും മറ്റുള്ളവരെ പലിശ ഭക്ഷിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫിഖ് അറിയാത്ത ആളുകൾ ഈ മാർക്കറ്റിൽ കച്ചവടം നടത്തരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമൂഹത്തോട് പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എത്രമാത്രം പ്രാധാന്യം ഈ ധനത്തിനും ധന ഇടപാടുകൾക്കും ഇസ്ലാം നൽകുന്നുണ്ട് എന്നുള്ള വിഷയം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയും പ്രാധാന്യം നൽകപ്പെടുന്ന ഈ ധനസംബന്ധമായ കാര്യങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന് പറയുന്നത് ഈ ധനം അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിനിധികൾ എന്ന നിലയിലാണ്. അള്ളാഹുവിന്റെ പ്രതിനിധികൾ, അള്ളാഹുവിന്റെ ഇസ്തിഖ്ലാഫ് നൽകിയ വ്യക്തികൾ, ഖലീഫത്തുള്ള ആയ അള്ളാഹു നിശ്ചയിച്ച ആളുകൾക്ക് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച സാധനമാണ് ധനം എന്ന് പറയുന്നത്. അപ്പൊ ധനത്തിന്റെ പ്രാഥമികമായ അതിന്റെ അവകാശം, അതിന്റെ പ്രാഥമികമായ അതിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹു ഉള്ളതാണ്. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടാം ഘട്ട അവകാശമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ധനമെന്ന് ഹദീസുകളും ആയത്തുകളും നമ്മളെ പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ധനസംരക്ഷണാർത്ഥം ആർക്കെങ്കിലും മരണം സംഭവിച്ചാൽ അവൻ രക്തസാക്ഷിയാണ് എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന ഹദീസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നബി എന്റെ ധനം പിടിച്ചു പറിക്കാൻ ആരെങ്കിലും വന്നാൽ ഞാൻ എന്തു ചെയ്യണം? അവൻ നബി പറഞ്ഞു, കൊടുക്കാൻ പാടില്ല. ആരെങ്കിലും പിടിച്ചു പറിക്കാൻ വന്നാൽ അവന് ധനം നൽകരുത്.
നൽകാതിരുന്നാൽ അവൻ എന്നോട് യുദ്ധം ചെയ്താലോ എന്നോട് ഏറ്റുമുട്ടിയാലോ അവൻ ഇങ്ങോട്ട് ഏറ്റുമുട്ടിയാൽ നീ അങ്ങോട്ടും ഏറ്റുമുട്ടുക. അങ്ങനെ ഞാൻ കൊല്ലപ്പെട്ടാലോ നീ കൊല്ലപ്പെട്ടാൽ നീ സ്വർഗത്തിലാണ്, നീ ഷഹീദാണ്. അവൻ കൊല്ലപ്പെട്ടാൽ നരകത്തിലാണ്. കാരണം അവൻ നിന്റെ ഹക്കിനെതിരായിട്ട് വന്ന ആളാണ്, അവിടെ അവൻ നരകത്തിലായിരിക്കും. ഇത്രമാത്രം ഗൗരവത്തിലാണ് ധനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം സൂചിപ്പിക്കുന്നത്. ധനം സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും യുദ്ധം ചെയ്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഷഹീദാണെന്ന് കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ മനുഷ്യ സമൂഹത്തിന്റെ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും നിലനിൽപ്പിന്റെ ആധാരമായ ഈ ധനത്തെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതും അതിനെ നിയമങ്ങൾക്കനുസൃതമായി ഉപയോഗപ്പെടുത്തേണ്ടതും ഒരു മനുഷ്യൻ വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും രാഷ്ട്രമെന്ന നിലയിലുമൊക്കെ വളരെയധികം അത്യന്താപേക്ഷിതമാണ്, നിർബന്ധമാണ്, സൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ ഹദീസുകളും ആയത്തുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇസ്ലാമിക ധനകാര്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ എന്താണ് അടിസ്ഥാനപരമായി സ്വീകരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നാം ആദ്യം പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇസ്ലാം ധനത്തെ വളരെ മഹത്തമായി കാണുന്നു. ഒരൊറ്റ ഹദീസ് കൂടി സൂചിപ്പിക്കാം. നിഅമൽ മാലു സാലിഹു ലിൽ അബ്ദി സാലിഹ്. ഇമാം അഹമ്മദ് റിവായത്ത് എന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നല്ല ധനം നല്ല മനുഷ്യന് എത്ര സുന്ദരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ശരിയായ ധനം, ശരിയായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം എത്രമാത്രം സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യപ്പെടുന്ന വ്യക്തിക്കനുസരിച്ച് എത്രമാത്രം സുന്ദരമായി തീരുന്നു എന്ന ആ റസൂലിന്റെ വചനം തന്നെ നമ്മെ ധനത്തിന്റെ പ്രാധാന്യത്തിലേക്ക് കൊണ്ടു നടത്തുന്നു. ഇവിടെ ഈ ധനം കൈകാര്യം ചെയ്തെടുത്ത് രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന ആയത്തിൽ സൂചിപ്പിക്കുന്ന വിഷയം, യതീമുകളുടെ ധനം കൈകാര്യം ചെയ്തെടുത്ത് അള്ളാഹു പറയുന്നുണ്ട്, വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തിലാണ് പറയുന്നത്, നിങ്ങളുടെ ധനങ്ങളെ പരസ്പരം നിങ്ങൾ ഭക്ഷിക്കുന്നത് ഒരിക്കലും അനർഹമായിട്ടായിരിക്കരുത്, അന്യായമായിട്ടായിരിക്കരുത്. അന്യായമായി മറ്റുള്ളവരുടെ ധനം ഭക്ഷിക്കുകയോ അതിന് അന്യായമായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമമായ ന്യായങ്ങൾ ഉണ്ടാക്കി കോടതിയെയോ ജഡ്ജിയെയോ ഭരണാധികാരികളെ സമീപിച്ച് ആ തരത്തിൽ നിങ്ങളുടേതാക്കി മാറ്റുന്ന ആ സ്വഭാവം അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇസ്ലാം വിരോധിച്ചതാണ് എന്ന് അള്ളാഹു ഖുർആനിലെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യഹല്ലു മാലു മുസ്ലിമിൻ ഇല്ലാ ബിതീബിൻ നഫ്സിൻ മിൻഹു. ഒരു മനുഷ്യന്റെ തൃപ്തിയോടെ അല്ലാതെ അയാളുടെ ധനം ഹലാലാവുകയില്ല എന്ന്. ഇതൊക്കെ ഇസ്ലാമിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായി പണ്ഡിതന്മാർ വിലയിരുത്തുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ ഞാൻ വളരെ വേഗം മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി. സാമ്പത്തിക ഇടപാടുകളിൽ 3 ഘടകങ്ങൾ വന്നാൽ, 3 ഘടകങ്ങൾ, 3 പ്രധാനമായ 3 ഘടകങ്ങൾ, ഇത് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക ഇടപാട് അസാധുവായോ ഹറാമായോ തീരുന്നു എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പ്രധാനമായി ഇതല്ലാത്തതൊക്കെ ഉണ്ടാവും. വളരെ പ്രധാനമായ 3 ഘടകങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നാമതായിട്ട് പലിശ. ഇസ്ലാം നിരോധിച്ച ഒന്നാമത്തെ ഘടകം പലിശയാണ്. നമ്മുടെ ഇടപാടുകളിൽ പലിശയുടെ ഘടകം വന്നിട്ടുണ്ടെങ്കിൽ, പലിശയുടെ അംശം ചേരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ കോൺട്രാക്റ്റിലുണ്ടെങ്കിൽ ആ ഇടപാട് അസാധുവാണ്, അല്ലെങ്കിൽ അത് ഹറാമാണ്, തെറ്റായി മാറി വരുന്നു. ഇന്ന് മാത്രമല്ല, പലിശയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല, നമുക്കെല്ലാം അറിയുന്നതാണ്. വൻപാപങ്ങളിൽപ്പെട്ടതാണ്. സിനയെക്കാളും വിചാരത്തെക്കാളും വലിയ വൻദോഷമായിട്ടാണ് പലിശയെ ഇസ്ലാം വിശദീകരിക്കുകയും കാണുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഖുർആനിൽ ഏതെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്തവർ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പലിശയുമായി ഇടപെടുന്ന ആളുകളെ കുറിച്ചാണ്. പലിശ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിൻ അല്ലാഹി വറസൂലിഹി എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും യുദ്ധം പ്രഖ്യാപിച്ചു കൊള്ളുക, നിങ്ങൾ പലിശ ഒഴിവാക്കാൻ തയ്യാറില്ലെങ്കിൽ എന്ന് ഖുർആന്റെ സൂചന തന്നെ, എന്ന വാക്യം തന്നെ ആ പലിശയുടെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആ ആയത്തിൽ തന്നെ അവസാനമായി പറയുന്നു, ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇടപാടുകളുടെ അടിസ്ഥാന ഘടകമായി വർത്തിക്കുന്ന മറ്റൊരു കാര്യമാണത്. അതായത് ഇടപാടുകളിൽ ഒരിക്കലും ഇരുഭാഗത്തും, വാങ്ങുന്നവരും വിൽക്കുന്നവരും ഇടപാടുകാരന്റെ ഏതൊക്കെ രൂപത്തിലാവട്ടെ, ആ 2 ഭാഗത്തുള്ള ആളുകൾക്കും അനീതി സംഭവിക്കാൻ പാടില്ല. 2 പേർക്കും നീതി ലഭ്യമാകണം, അല്ലെങ്കിൽ 2 പേർക്കും തുല്യമായ അവകാശം ലഭ്യമാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിന്റെ എല്ലാ ഇടപാടുകളും പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായി വരുന്നതാണ് പലിശ എന്ന് പറയുന്നത്. പലിശ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള അടുത്ത സ്ലൈഡുകളിലായിട്ട് പലിശയെക്കുറിച്ച് വിശദമായി ഒന്നുകൂടി പറയാവുന്നതാണ്. മറ്റൊന്നാണ് ചൂതാട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈസർ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് ചൂതാട്ടം, അല്ലെങ്കിൽ ലോട്ടറിയൊക്കെ നമുക്ക് ഉദാഹരണമായി പറയാം. അതായത് എല്ലാവരും ടിക്കറ്റ് എടുക്കുക,
പൈസ കൊടുത്തിട്ട് എന്നിട്ട് ആ കാശെല്ലാം അവിടെ പിന്നെ ഒരാൾക്ക് സമ്മാനമായി ലഭിക്കുന്ന രീതിയിലുള്ള മറ്റുള്ളവർക്കെല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പിന്നെ കോൺട്രാക്ട്, ലോട്ടറി ഒരു ഉദാഹരണം. അതുപോലെ അന്നത്തെ സമയത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വ്യത്യസ്ത സ്ഥലത്തുള്ള കച്ചവട രീതികൾ ഉണ്ടായിരുന്നു. ആളുകളെ പിന്നെ വസ്ത്രം എറിഞ്ഞിട്ട് ആ എറിയുമ്പം കിട്ടുന്ന എല്ലാ സാധനങ്ങളും അയാളുടേതായി മാറുന്ന രീതിയിലുള്ള പിന്നെ ഇടപാടുകൾ. അത്തരത്തിലുള്ള ചില ഇടപാടുകൾ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. ചിലപ്പോഴൊക്കെ വിവിധ പരിപാടികളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള പിന്നെ കോയിൻ ഇട്ടിട്ടും നമ്മൾ എറിഞ്ഞിട്ടും ഒക്കെ ഇടപാടുകൾ നടത്തുന്ന രീതികളുണ്ട്. ഇതൊക്കെ ചൂതാട്ടത്തിന്റെ കീഴിൽ വരുന്ന ഇടപാടുകളാണ്. മൂന്നാമതായിട്ട് അനിശ്ചിതത്വം അല്ലെങ്കിൽ വഞ്ചന, കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ. എത്രയാണ് ഒരു ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഇൻഷുറൻസ് സിസ്റ്റം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇൻഷുറൻസിൽ സാധാരണഗതിയിലുള്ള പരമ്പരാഗത ഇൻഷുറൻസ്, ഇസ്ലാമിക് തക്കാഫലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പരമ്പരാഗത രീതിയിലുള്ള ഇൻഷുറൻസ് സംവിധാനം. പരമ്പരാഗത ഇൻഷുറൻസ് സംവിധാനത്തിൽ ആളുകൾ കാശ് മുടക്കുന്നു, അവർക്ക് എത്ര തിരിച്ചു കിട്ടുമെന്നുള്ളത്, എന്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു കിട്ടുമെന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ, ലൈഫ് ഇൻഷുറൻസ് ആവുമ്പോൾ മരിക്കാൻ ഇത്ര വയസ്സിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ കിട്ടുന്നതും ശേഷം മരിക്കുകയാണെങ്കിൽ കിട്ടുന്നതും ഓരോ സമയത്തും വ്യത്യസ്തമാണ്. അപകടം നടന്നാൽ കിട്ടുന്നതും നടക്കാതിരുന്നാൽ കിട്ടുന്നതും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും. അങ്ങനെ അനിശ്ചിതത്വങ്ങളുടെ ഘോഷയാത്ര തന്നെ അത്തരം ഇടപാടുകൾ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള അനിശ്ചിതത്വത്തിൽ അവസാനിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാർ വഞ്ചിതരാകാൻ സാധ്യതയുള്ള, വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഇടപാടുകൾ, ആ ഇടപാടും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഈ മൂന്ന് ഘടകങ്ങൾ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഘടകം ഇടപാടുകളുടെ കാര്യത്തിൽ ഉണ്ടായാൽ ആ ഇടപാട് അസാധുവാകുമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ. ഇനി പലിശയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലിശ 4 തരത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പലിശ എന്ന് പറയുമ്പോൾ, സാധാരണഗതിയിൽ പലിശ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഒരു തരത്തിലുള്ള പലിശ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അതായത് ബാങ്കിനോ മറ്റൊന്നോ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ എടുത്ത ലോണ് തിരിച്ചടയ്ക്കുമ്പം അത് കൂടുതൽ 50,000 ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം അടച്ചു കഴിയുമ്പോൾ 60,000 ദിർഹംസായി മാറും, അല്ലെങ്കിൽ 70,000 ദിർഹംസായി മാറും, ഫോർ എക്സാമ്പിൾ. ആ തരത്തിലുള്ള നമ്മൾ എടുക്കുന്നതിന് കടം വാങ്ങിയതിന് അധികമായി തിരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പലിശയാണ് നമ്മൾ സാധാരണയായി പലിശയായി കാണാറുള്ളത്. എന്നാൽ അതിനപ്പുറം 3 പലിശകൾ കൂടി ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ഹദീസുകളുടെയും ഖുർആന്റെയും വെളിച്ചത്തിൽ 3 തരം പലിശകൾ, ഫത്ഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ 4 തരം പലിശകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് റിബൽ ഫദ്ൽ എന്ന് പറയുന്ന ഒരു പലിശയാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കണം. പ്രത്യേകിച്ച് കാരണം നമ്മൾ ഈ നാണയ കൈമാറ്റങ്ങൾ, കറൻസികൾ തമ്മിൽ കൈമാറുമ്പോൾ, കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ഇതിന്റെ നിബന്ധനകൾ ബാധകമായി വരും. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി ഇരിക്കേണ്ട ഒരു കാര്യമാണ്. റിബൽ ഫദ്ൽ എന്ന് പറയുന്നത് കൈമാറ്റത്തിലെ ഏറ്റക്കുറച്ചിൽ മൂലമുണ്ടാകുന്ന പലിശക്കാണ് റിബൽ ഫദ്ൽ എന്ന് പറയുന്നത്. അതായത് 2 ഇനങ്ങളെയാണ് പലിശ വരുന്ന ഘടകങ്ങളായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ, ഒന്ന് ഭക്ഷണവസ്തുക്കൾ, മറ്റൊന്ന് നാണയം അല്ലെങ്കിൽ കറൻസി. ഭക്ഷ്യവസ്തുക്കളിൽ പലിശ വരും. അതുപോലെ തന്നെ കറൻസി അല്ലെങ്കിൽ നാണയം, അതല്ലെങ്കിൽ സ്വർണം വെള്ളി എന്ന് പറയുന്നതിലും പലിശ വരും. ഭക്ഷ്യവസ്തുക്കളിൽ പലിശ വരാൻ പണ്ട് കാലങ്ങളിൽ ബാർട്ടർ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് പലിശയ്ക്ക് പകരം, വസ്തുവിന് പകരം വസ്തു വിൽക്കുക. ഉദാഹരണമായി നമ്മൾ ഗോതമ്പിന് പകരം ഗോതമ്പ് വിൽക്കുന്നു, അല്ലെങ്കിൽ അരിക്ക് പകരം അരി വിൽക്കുന്നു, അരിക്ക് പകരം ഗോതമ്പ് വിൽക്കുന്നു, അല്ലെങ്കിൽ ചോളത്തിന് പകരം അരി വിൽക്കുക. ഈ രൂപത്തിൽ ഭക്ഷ്യവസ്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന നാണയ വ്യവസ്ഥയും അല്ലെങ്കിൽ കറൻസി സംവിധാനവും വ്യാപകമാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് വരുന്നതിന് മുമ്പ് ആളുകൾ പരസ്പരം കൈമാറ്റത്തിന് ഉപയോഗിച്ച ഒരു രീതിയായിരുന്നു ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിലെ ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ വസ്തുക്കളാണ് പരസ്പരം കൈമാറിയിരുന്നത്. ഈ കൈമാറുന്നത് ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ, ഒരേ ഇനത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അവിടെ 3 നിബന്ധനകൾ ബാധകമാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഉദാഹരണമായിട്ട് നമ്മൾ 1 കിലോ അരി അതേ ഇനത്തിൽ വേറെ ഇനത്തിൽപ്പെട്ട അരിക്ക് പകരം, അരി തന്നെ പല ഇനം ഉണ്ടാവാം. അപ്പൊ 1 കിലോ അരി കൊടുത്തിട്ട് 1 കിലോ പിന്നെ വ്യത്യസ്ത അരികളുണ്ടല്ലോ, ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള അരികളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക അരി 1 കിലോ കൊടുത്ത് അതിന് പകരം മറ്റൊരു തരത്തിലുള്ള അരി വാങ്ങുകയാണെങ്കിൽ അവിടെ 3 നിയമങ്ങൾ ബാധകമാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതായത് 3 നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, അളവ് തുല്യമായിരിക്കണം. 1 കിലോ അരിക്ക് പകരം 1.5 കിലോ അരി വാങ്ങാൻ പാടില്ല, അളവ് തുല്യമായിരിക്കണം. 2, ആ സദസ്സിൽ വെച്ച് ഇടപാട് പൂർത്തിയാക്കണം, അതായത് പിന്നൊരു സമയത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല. 3, ആ കൈമാറ്റം അവിടെ തന്നെ പൂർത്തിയാക്കണം, അത് അവധി വെക്കാൻ പാടില്ല. 2ാമത്തെ 3ാമത്തെ നിബന്ധനകൾ ഏകദേശം സെയിമാണ്, പക്ഷേ ചില സമയങ്ങളിൽ വ്യത്യസ്തമാകാം. അതായത് ഇടപാടുകൾ അവിടെ വെച്ച് പൂർത്തിയാക്കുകയും കൈമാറ്റം അവിടെ വെച്ച് തീർക്കുകയും വേണം, 2 നടക്കണം.
അതിന് മറ്റൊരു ഡേറ്റ് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് തരാമെന്നോ അല്ലെങ്കിൽ പിന്നെ സമയം എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൈമാറ്റം ആ സ്റ്റേജിൽ നിന്ന് തന്നെ പൂർത്തിയാക്കുകയും വേണം. ഇതാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഇടപാട്. അതുപോലെ തന്നെയാണ് സ്വർണം, വെള്ളി, കറൻസിയുടെ ഇടപാടുകളും. സ്വർണം, വെള്ളി, കറൻസി എന്ന് പറയുന്നത് സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ കറൻസികളാകട്ടെ, സ്വർണത്തിന്റെ വെള്ളിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസികൾ, അത് കൈമാറ്റം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ് 500 ദിർഹംസ് കൊടുത്തിട്ട് അതിന് പകരം ഇന്ത്യൻ രൂപ വാങ്ങുകയാണെങ്കിൽ അത് പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. അത് കച്ചവടമായിട്ടായിട്ട് നടത്തുന്നതാണെങ്കിൽ 500 രൂപ റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ 500 രൂപയ്ക്ക് സമാനമായ ഇന്ത്യൻ രൂപ ആ സമയത്ത് തന്നെ വാങ്ങിയിരിക്കണം. അത് പിന്നെ സമയത്തേക്ക് മാറ്റിവെക്കുന്നത് പലിശയുടെ രൂപത്തിൽ വരുന്ന റിബൽ ഫദ്ൽ എന്ന് പറയുന്ന പലിശയുടെ ഇനത്തിൽ വരുന്നതാണ്. അത് വലിയ കബീറത്തിൽപ്പെട്ട ഹറാമായിട്ട് തന്നെയാണ് പണ്ഡിതന്മാർ കാണുന്നത്. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്താണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ 2 എണ്ണമാണെന്ന് 2 കാര്യങ്ങളാണ് ഭക്ഷണവും മറ്റൊന്ന് ഈ കറൻസിയും എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യത്തിലും ആളുകളെ കളിക്കാൻ അനുവദിച്ചാൽ, അതിലെ ആളുകളുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ അനുവദിച്ചാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാട് ഇസ്ലാം കൊണ്ടുവന്നത്. കാരണം ഇപ്പൊ നിന്ന് നമുക്കറിയാവുന്നതാണ്, ഈ കറൻസി കൊണ്ട് കറൻസിയുടെ ഫോറക്സ് ട്രേഡിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കറൻസിയുടെ ട്രേഡിംഗ്, ആളുകൾ ഒരു പണിയും ചെയ്യാതെ വെറും കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റിയിട്ട് പൈസ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഡോളറിന് വില കൂടുമ്പം അത് ഡോളറിന് വെച്ചിട്ട് യൂറോ വാങ്ങുക, യൂറോക്ക് വില കൂടുമ്പം അത് വെച്ചിട്ട് ഇത് വാങ്ങുക. ഇങ്ങനെ വാങ്ങുന്നത് വെറും കാശിനെ കൈകാര്യം ചെയ്തിട്ടുള്ള, കാശ് കൊണ്ട് ഇരുന്ന് ഒരു ജോലിയും ചെയ്യാതെ പണത്തിൽ നിന്ന് തന്നെ പണം ഉണ്ടാക്കുന്ന ഒരു രൂപം ഇന്ന് തന്നെ നമുക്ക് വ്യാപകമായി കാണാവുന്നതാണ്. ഇമാം ഗസാലിയൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇമാം ഗസാലിയൊക്കെ സംസാരിക്കുന്നുണ്ട്. കറൻസിയെ കുറിച്ച് പറയുന്നത് ഇമാം സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കറൻസി എന്നുള്ളത് ജനങ്ങൾക്ക് സാധനങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടി, വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഉപയോഗിക്കുന്നതിന് വേണ്ടിയും സാധനത്തിന്റെ യൂണിറ്റായിട്ട് മനസ്സിലാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു വസ്തുവാണ്. അതൊരിക്കലും അതിനെ തന്നെ ട്രേഡ് ചെയ്തിട്ട്, അതായത് കറൻസിയെ തന്നെ ട്രേഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ശരിയല്ല എന്ന് ഇമാം ഗസാലിയൊക്കെ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. വിശദമായി പോകേണ്ട ഒരു വിഷയമാണ്, അതിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഏതായാലും പറയട്ടെ. അപ്പൊ ഈ കൈമാറ്റം ചെയ്യുന്നത് ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അത് ആ ഒരു സാധനം വരുന്നില്ല. കാരണം നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ ഒരിക്കലും ഭക്ഷ്യവസ്തുവിന് പകരമായി വാങ്ങുന്നില്ല, മറിച്ച് നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഭക്ഷ്യവസ്തുക്കൾ മേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നിയമം അവിടെ ബാധകമായി വരുന്നില്ല. ഈ ഭക്ഷ്യവസ്തുക്കൾ ഒരേ ഇനത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾക്ക് പകരമാണ് വിൽക്കുന്നതെങ്കിൽ ആ പറഞ്ഞ 3 നിയമങ്ങൾ ബാധകമാണ്. ഒരേ ഇനത്തിൽപ്പെട്ടതല്ല. ഉദാഹരണമായിട്ട് ഇപ്പൊ അരി വിൽക്കുന്നത് ഗോതമ്പിന് പകരമായിട്ടാണെങ്കിൽ രണ്ടും തുല്യമാകണം നിർബന്ധമില്ല. ഇപ്പൊ 2 കിലോ അരിക്ക് പകരം 1 കിലോ ഗോതമ്പ് മേടിക്കാം. പക്ഷേ ഇടപാട് സമയത്ത് പൂർത്തിയാക്കുകയും ആ സാധനം അപ്പം തന്നെ കൈമാറുകയും വേണം. അതിനവിടെയും നിർബന്ധം. അത് ഈ കറൻസിയിൽ നിർബന്ധമാണ്. അപ്പൊ നമ്മളിപ്പോ ദിർഹമിന് പകരം ദിർഹം വിൽക്കുകയാണെങ്കിൽ ഈ 3 നിബന്ധന ബാധകമാണ്. അതായത് 500 ദിർഹമിന് പകരം 500 ദിർഹമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു പ്രസക്തി എന്താണെന്നുള്ള ഇതുണ്ടാവും. കാരണം അത് 500 ദിർഹം വാങ്ങേണ്ട ആവശ്യമില്ല. അത് അവധി വരുമ്പോഴാണ് അതിന് പലിശയായി മാറുന്നത്. അതേസമയം 500 ദിർഹമിന് പകരം ഇന്ത്യൻ രൂപയാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ 2 നിബന്ധനകൾ ബാധകമാണ്. അതായത് കാരണം 2 ഇനത്തിൽപ്പെട്ടതാണ് എന്ന അടിസ്ഥാനത്തിൽ. 1 ഇടപാട് ആ സമയത്ത് പൂർത്തിയാക്കണം, 2 കൈമാറ്റം പൂർത്തിയാക്കണം. ഇടപാടും പൂർത്തിയാവണം, കൈമാറ്റവും പൂർത്തിയാവണം എന്നുള്ളത് അവിടെയും ബാധകമാണ്. അതായത് പിന്നെ സമയത്തേക്ക് നീട്ടിവെക്കാൻ പാടില്ല. നീട്ടിവെച്ചാൽ അത് പലിശയായി മാറും എന്നർത്ഥം. ആ 3 അതുമായി ബന്ധപ്പെട്ട രൂപങ്ങളാണ് നേരത്തെ പറഞ്ഞ റിബൽ നസിയ എന്ന് പറഞ്ഞത്. സമയം നീട്ടിവെച്ചാൽ അത് റിബൻ നസിയയായി മാറും. അതായത് 500 റിയാലിന് പകരം അതിന് പകരമായി വാങ്ങുന്ന ഇന്ത്യൻ രൂപ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അത് റിബൻ നസിയ എന്ന ഇനത്തിലേക്ക് വരും. അത് ഹറാമായി തീരും. അതുപോലെ തന്നെ സഹസിൽ വെച്ച് കൈമാറാതിരുന്നാൽ അത് റിബൽ യദ് എന്ന് പറയും. അതും ഹറാമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനമായും റിബൽ ഖർദിനെ കുറിച്ചാണ്. മൂന്നാമതായി ഇപ്പൊ നമ്മുടെ സമയങ്ങളിൽ പ്രധാനമായും സംഭവിക്കുന്ന ഒന്നാണ് റിബൽ ഖർദ് എന്ന് പറയുന്നത്. അതായത് കടം നൽകുന്നവന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാക്കുന്ന ഇടപാടാണ് റിബൽ ഖർദ് എന്ന് പറയുന്നത്. ഈ റിബൽ ഖർദ് എല്ലാ തരം കടമിടപാടുകൾക്കും റിബൽ ഖർദ് ബാധകമാണ്. അതിനെ സംബന്ധിച്ച് ഫിഖ്ഹ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബൻ എന്നുള്ളതാണ് അടിസ്ഥാനപരമായി അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന പാഠം. കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബൻ. അതായത് കടം നൽകുന്നവന് പ്രത്യേകമായ ഗുണം നൽകുന്ന, പ്രത്യേകമായ ഉപകാരം നൽകുന്ന എല്ലാ തരം കടമിടപാടുകളും പലിശയാണ്. അപ്പൊ അയാൾക്ക് എന്ത് തരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് മാത്രമാവണമെന്നില്ല. ഒരാൾ 5000 റിയാൽ കടം കൊടുത്തു.
ആ 5000 റിയാൽ കടം കൊടുത്തതിന് പകരം തിരിച്ചയാൾ 5000 റിയാലെ തിരിച്ചു വാങ്ങുന്നുള്ളൂ. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളുടെ ഇതിന്റെ കൂടെ ഒരു നിബന്ധന കൂടി ഇയാൾ വെക്കുകയാണ്. ഇയാളുടെ കയ്യിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് കരുതാം. ആ ഫ്ലാറ്റിന് 3000 റിയാലാണ് സാധാരണഗതിയിൽ അതിന്റെ വാടക. ഈ ഫ്ലാറ്റിന് 4000 റിയാൽ വാടകയ്ക്ക് ഇയാൾ കൊടുക്കുകയാണ് ഈ കടം വാങ്ങിയാൾക്ക്, ഈ കടം നൽകിയതിന്റെ ഫലമായിട്ട്. അപ്പൊ ഇത് എന്നോട് ബന്ധിപ്പിച്ചിട്ട് ഉദാഹരണം പറയണം, എന്നാൽ അതും ഹറാമായി തീരും. അപ്പൊ അതായത് കടം വാങ്ങുന്ന ആളിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഉപകാരം കടം കൊടുക്കുന്ന ആള് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിബന്ധനയോടുകൂടെ, അയാൾ നിബന്ധന വെച്ചിട്ട് ആ നിബന്ധനയോടെ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലാവട്ടെ, അത് കാശിലാവട്ടെ മറ്റുള്ള വസ്തുക്കളിലാവട്ടെ എന്താവട്ടെ, എന്തിലാണെങ്കിലും അത് പലിശയുടെ ഗണത്തിൽ വരുമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ മദ്ഹബുകളും അംഗീകരിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണത്. യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ ഇന്നത്തെ കാലത്ത് നിലവിലുള്ള ഒരു പലിശ തന്നെയാണത്. ബാങ്ക് പലിശകൾ ഈ ഗണത്തിൽ വരുന്നതും അതുകൊണ്ട് തന്നെ ഹറാമുമാണ് ബാങ്ക് പലിശകൾ. കാരണം അതവര് ബാങ്ക് പലിശ എന്ന് പറയുന്നത് നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ കാശ് നമ്മൾ ഇങ്ങോട്ട് വാങ്ങുമ്പോഴാകട്ടെ, ഏത് സമയത്താണെങ്കിലും കാശ് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ബാങ്കുമായി നടത്തുന്ന ഇടപാടിൽ ബാങ്കിന് ഗുണം ലഭിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ അധികമായി വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഹറാമിന്റെ ഗണത്തിൽ അല്ലെങ്കിൽ പലിശയുടെ ഗണത്തിൽ വരുന്നതാണ്. അത് മനസ്സിലായിട്ടുണ്ടാവല്ലേ? സംശയമില്ലല്ലോ? സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട്. അതേസമയം മൈക്കുണ്ടോ? വേറെ മൈക്കുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്ത് കടം വാങ്ങുന്നു. ഞാൻ അടുത്ത കട വാങ്ങുന്ന അന്ന് 1000 ദിർഹം ഇവിടുന്ന് വാങ്ങിച്ചു. അന്ന് ഇവിടെ വിനിമയ നിരത്തിൽ വ്യത്യാസമുണ്ട്, അത് കൊടുക്കുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. അപ്പൊ ആ വാങ്ങാൻ അന്നത്ത് കൊടുത്താൽ മതിയോ അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ അന്നത്തെ കൊടുക്കുന്നുണ്ടോ? അത് നിരക്കിൽ വ്യത്യാസപ്പെടുമ്പോൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിയിട്ട് നാട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ കൊടുക്കുമ്പോ റേറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷവും 2 വർഷമൊക്കെ മുന്നേ വാങ്ങിയിട്ടുണ്ടാവും. അന്നും ഇന്നുമായിട്ട് പല വ്യത്യാസവും റേറ്റിൽ മാറി വരുന്നുണ്ട്. അപ്പൊ 2 വർഷം മുമ്പ് വാങ്ങിയ പൈസ നാട്ടിൽ അഥവാ നാട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അന്ന് വാങ്ങി ഇവിടുന്ന് വാങ്ങുമ്പോൾ ഇവിടുത്തെ വിനിമയ നിരത്തിൽ കൊടുത്താൽ മതിയോ അതല്ലെങ്കിൽ ആ തുല്യ സംഖ്യ കൊടുത്താൽ മതിയോ? നിങ്ങൾ ഏതിലാണോ കടം കൊടുത്തത് അതിലാണ് തിരിച്ചു വെക്കേണ്ടത്. കടം കൊടുത്ത് നിങ്ങളിപ്പോ 500 റിയാലായ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 500 റിയാലാണ് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥത. അല്ല, അത് പറഞ്ഞ കാര്യമില്ല. അതിപ്പോ നാട്ടിലേക്ക് മാത്രമല്ല, നമ്മളിപ്പോ വേറെ ഡോളറിന് കമ്പയർ ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ യൂറോന് കമ്പയർ ചെയ്യാം, പലതിനും കമ്പയർ ചെയ്യാം, ഓരോന്നിനും കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അതിൽ മെസലിയാത്തുണ്ടെങ്കിൽ, അതായത് അതിന് സമാനമായതുണ്ടെങ്കിൽ അതാണ് തിരിച്ചു കൊടുക്കേണ്ടത്. അതേസമയം അയാൾക്ക് ആ വാങ്ങുന്ന ആൾക്ക് തൃപ്തിയാണെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യാം? അത് പകരമായി അതിന് സമാനമായി കൊടുക്കാവുന്നതാണ്. എന്ന് ഇസ്തിബ്ദാൽ ചെയ്യാവുന്നതാണ് ഫിഖഹിന്റെ കാഴ്ചപ്പാട്. അപ്പൊ 500 റിയാൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അയാൾക്കായിട്ട് പറയും ഇന്ത്യൻ രൂപ മതിയെങ്കിൽ അന്നത്തെ 500 റിയാൽ സമാനമായി ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ കാരണം നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് 500 റിയാലാണ്, അപ്പൊ 500 റിയാൽ കൊടുക്കണം. നിങ്ങൾ ഇന്ത്യൻ രൂപയാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കണം. ഇന്ത്യൻ രൂപ കൊടുത്തെങ്കിൽ ഇന്ത്യൻ രൂപയാണ് വാങ്ങേണ്ടത്. എന്താണോ നമ്മളയാളെ കൊടുത്തത്, ഏത് കറൻസിയാണോ ആ കറൻസിയിലാണ് തിരിച്ചു വാങ്ങാൻ അവകാശം അല്ലെങ്കിൽ അതിനുള്ള ബാധ്യതയുള്ളത്. മറ്റത് റേറ്റിംഗിൽ വ്യത്യാസം വന്ന് ഇപ്പൊ സ്വർണ്ണാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് തിരിച്ചു പറയാം. സ്വർണത്തിന് അന്ന് വില കൂടിയിട്ടുണ്ടാവും, ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വില കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടിയ പൈസ എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പൊ എന്താണോ നിങ്ങൾ നൽകിയത് അതാണ് തിരിച്ചു കൊടുക്കേണ്ടത്, അതാണ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? എന്താണ് ആ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 50,000 രൂപ എനിക്ക് അയച്ചു തന്നതിന് ഇത്ര ദിർഹം എനിക്ക് ചെലവാണെന്ന് പറഞ്ഞു. ഇന്നാണ് ഇപ്പൊ അയാൾ ആ ദിർഹം തരുന്നത്. അപ്പൊ അതിനേക്കാൾ 10,000-15,000 രൂപ കൂടുതൽ കിട്ടും. അപ്പൊ അതിന്റെ നിബന്ധന എങ്ങനെ? നമ്മളയാളുമായി ഇടപാട് നടത്തുന്നത് എന്തിനാണ്? അയാൾ നമ്മോട് ചോദിക്കുന്നത് 50,000 ഇന്ത്യൻ രൂപയാണോ അതല്ല നമ്മൾ 50,000 ഇന്ത്യൻ രൂപ ചോദിച്ചു. അന്നേരം ഈ വ്യക്തി പറഞ്ഞു 50,000 ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നത്തെ കറൻസി നിയമപ്രകാരം ഇന്ത്യൻ ദിർഹം പിന്നെ UAE ദിർഹം പ്രകാരം 84-85 ആണ് അന്നത്തെ റേറ്റ്.
ആ റേറ്റ് അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു എടുക്കുന്നത്. കാരണം ഇന്ന് വിളിക്കുകയാണെങ്കിൽ 57-58 പോകും. അപ്പൊ ഒരു 10,000 ഇന്ത്യൻ ഉറുപ്പ്യ അയാൾക്ക് കൂടുതൽ കിട്ടും ഈ കൊടുത്ത വ്യക്തിക്ക്. അതിന്റെ നിബന്ധന എങ്ങനെ? പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഇടപാട് അയാൾക്ക് കൊടുക്കുന്ന ഇടപാട് 50,000 രൂപയിലാണ്. ആ സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ അയക്കാനുള്ള എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് നിങ്ങൾക്ക് ഈടാക്കാവുന്നതാണ്. ആ എക്സ്പെൻസ് അല്ല, ആ ഷർത്ത് പറ്റുള്ളത്. എനിക്ക് 50,000 ദിർഹം ഞാൻ എനിക്ക് തരുന്നത്, 50,000 ഉറുപ്പ്യ എനിക്ക് തരുന്നത്. പക്ഷെ എനിക്ക് ഇത്ര 4,000 സംതിങ് ദിർഹം എനിക്ക് ചെലവാണ് എന്ന് പറഞ്ഞിട്ടാണ് വ്യക്തി 50,000 രൂപ അയച്ചിട്ടുള്ളത്. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാവുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാവുന്നത് നിങ്ങൾ കടം തരുന്നത് ഇന്ത്യൻ രൂപ അല്ല. അപ്പൊ 4,500 ഉദാഹരണം 4,500 ദിർഹമാണ് നിങ്ങൾക്ക് കടം തരുന്നത്. അത് നിങ്ങൾക്ക് അവിടെ കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ അത് ഇന്ന രൂപയിൽ നിങ്ങൾക്ക് കിട്ടിക്കാം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ അയാളോടുള്ള നിങ്ങളുടെ ഇടപാട് പൂർത്തിയാക്കേണ്ടത് ദിർഹമിലായിരിക്കണം. അയാളോട് പറയേണ്ട വാക്ക് നിങ്ങൾക്ക് തരുന്നത് ഞാൻ ഇത്രയും ദിർഹമാണ്, ആ ദിർഹം നിങ്ങൾക്ക് അയച്ചു തരാം, അത് നിങ്ങൾക്ക് ഇത്രയായിട്ടാണ് അവിടെ കിട്ടുക. അപ്പൊ അത് അയാളുടെ സൗകര്യത്തിന് വേണ്ടി അയച്ചു കൊടുക്കുന്നത്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയല്ല. അപ്പൊ അയാളുടെ സൗകര്യത്തിന് വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിർഹമിന് മേടിക്കാം. അത് നിങ്ങൾ ആ പറയുന്ന വാക്ക് അയാളുമായിട്ടുള്ള ഇടപാട് എന്താന്നുള്ളതാണ്. ഇടപാട് നിങ്ങൾ 50,000 ഇന്ത്യൻ രൂപ കടം തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇടപാട് നടത്തിയതെങ്കിൽ ആ 50,000 ഇന്ത്യൻ രൂപ വാങ്ങാനേ പറ്റുള്ളൂ. 4,500 ദിർഹം ആണ് അതിൽ പറയുന്ന ഇടപാട്. നമ്മൾ പറയുന്ന വാക്കാണ് പ്രധാനം. അവിടെ 4,500 ദിർഹമാണ് നിങ്ങൾക്ക് കടം തരിക. എനിക്കതൊരു ചെലവാകും, ഇത്രയും ചെലവാകും, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 4,500 ദിർഹം കടം തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് 4,500 ദിർഹം തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട ബാധ്യത അയാൾക്കുണ്ട്. അല്ല, ചെലവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊട്ടെ, പക്ഷെ നമ്മൾ അയാളോട് ഈ കോൺട്രാക്റ്റില് ഇസ്ലാമിന്റെ ഈ സാമ്പത്തിക ഇതില് വിശദിച്ചാല് നമ്മൾ അക്കദിന്റെ സുൽബുൽ അക്കദ് പറയും. അക്കദില് കോൺട്രാക്റ്റിൽ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ചാണ് നിയമം വരിക. അപ്പൊ നമ്മൾ അയാളോടുള്ള കോൺട്രാക്റ്റ് അയാൾക്ക് 50,000 കടം കൊടുക്കുന്നതാണോ, അവല്ല 4,000 ദിർഹം കടം കൊടുക്കുന്നതാണോ, എന്താണ് കോൺട്രാക്ട്? ആ കോൺട്രാക്ട് അനുസരിച്ചാണ് അതിന്റെ മറുപടി പറയാം. അപ്പൊ നിങ്ങൾ അയാളെ തമ്മിലുള്ള ധാരണ അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള നിങ്ങളുടെ ഇടപാട് 4,500 ദിർഹം എന്നാണെങ്കിൽ 4,500 ദിർഹം നിങ്ങൾക്ക് കിട്ടണം. അതോടൊപ്പം അതിനുമായി ബന്ധപ്പെട്ട ചെലവ് തന്നെ ആ ചെലവും കിട്ടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അല്ല 50,000 രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ആ 50,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ ബാധ്യത. ഗുണമില്ലേ? ഇനി കൂടുതൽ കുട്ടി സംസാരിക്കാൻ കാരണം ആളുകൾക്ക് ചെയ്യുന്നു. അതെ. ഇനി നമ്മൾ ഇപ്പോ പലിശയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. അതുപോലെ പിന്നെ ബാങ്കുമായി നടത്തുന്ന പലിശ ഇടപാടുകളിൽ ഇത്തരത്തിലുള്ള നിബന്ധനകൾ വെച്ചിട്ടുള്ള ഏതുതരം പലിശ ഇടപാടാവട്ടെ ആ പലിശ ഇടപാടുകൾ നമ്മൾ ഇത്തരം നിബന്ധനകൾ ഉണ്ടെങ്കിൽ ഹറാമായി മാറും. അതേസമയം ഇപ്പൊ ഒരാൾ കടം കൊടുത്ത് 5,000 റിയാൽ കടം കൊടുത്തു, തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തു, അവരൊരു 1,000 റിയാൽ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇഷ്ടപ്രകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, അത് കുഴപ്പമില്ല, നല്ലതാണ്, ചെയ്യാവുന്നത് കൂടിയാണ് എന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതേസമയം ഒരാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തിരിച്ച് കൂടുതൽ കൊടുക്കുന്ന ആളാണ്, അങ്ങനെ അറിയപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ കടം കൊടുത്താൽ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നല്ലതല്ല, കറാഹത്താണ് എന്നുള്ള അഭിപ്രായം. അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണെങ്കിൽ അത് കറാഹത്താണെന്നുള്ള അഭിപ്രായം പണ്ഡിതന്മാര് പറയുന്നുമുണ്ട്. അപ്പോ ഏതായാലും പിന്നെ ഇത്തരം നിബന്ധനകൾ കൂടി അധികം ലഭിക്കണമെന്ന നിബന്ധനകളോടുകൂടി നമ്മൾ നടത്തുന്ന ഇടപാടുകൾ ഹറാമായി തീരും. ഇനി സാധാരണയായി ഇനി ചില കച്ചവട രീതികളെയും ഇസ്ലാമികമായ ചില കച്ചവട രൂപങ്ങളെയും കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചില കച്ചവട രീതികൾ നമ്മളെ സാധാരണയായി കച്ചവട രീതികൾ ഒന്നുള്ളത് തവണ വ്യവസ്ഥയിലുള്ള കച്ചവടം. പലരും സംശയം ചോദിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. തവണ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹലാലാവോ ഹറാമാവോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും ചോദിക്കുന്നതാണ്. കാരണം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സാധനം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അതിന്റെ വിലയിൽ വർധന ഉണ്ടാവും. അപ്പൊ 500,000 രൂപയുടെ ഒരു സാധനം, 1000 രൂപയുടെ ഒരു മൊബൈൽ ഫോർ എക്സാമ്പിൾ, അത് 6 മാസം കൊണ്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുമ്പോൾ അവർ 1,200 രൂപയ്ക്കാണ് വിൽക്കുന്നത്, അല്ലെ? പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്, 200 രൂപ കൂട്ടുന്നുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ഹറാമാവോ ഹലാലാവോ അതിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടനുസരിച്ച് തവണ വ്യവസ്ഥയിൽ
അല്ല പിന്നെ അജല് നിശ്ചയിച്ചു, അതായത് അവധി പറഞ്ഞു 6 മാസത്തെ ഉള്ളിൽ തന്നാൽ മതി, അല്ലെങ്കിൽ ആദ്യം ഇത്രയും പിന്നെ ഇത്ര ഓരോ മാസം ഇത്രയും തരണം എന്നൊക്കെ രീതിയിലുള്ള അവധികൾ നിശ്ചയിച്ചിട്ട് കച്ചവടം നടത്തുന്നത് ഹലാലായതാണ്, ചെയ്യാവുന്നതാണ്. അതായത് വില വർദ്ധിപ്പിക്കാൻ പറ്റുമോ? വില വർദ്ധിപ്പിക്കാം. വില തീരുമാനിക്കേണ്ടത്, ഒരു വസ്തുവിന്റെ വില തീരുമാനിക്കേണ്ടത് വിൽക്കുന്ന ആൾക്കുള്ള അവകാശമാണ്. അപ്പൊ വിൽക്കുന്ന ആള് എത്ര വില പറഞ്ഞിട്ടാണോ ആ സമയത്ത് വിൽക്കുന്നത് അതിനനുസരിച്ചാണ് അതിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ 1000 രൂപ സാധാരണ മാർക്കറ്റിൽ വിലയുള്ള സാധനം 1200 രൂപയ്ക്ക് 6 മാസ കാലാവധിക്ക് ഒരാൾ വിറ്റാൽ അങ്ങനെയുള്ള വിൽപ്പന സാധുവാണ്. അതോ അങ്ങനെ കൊടുക്കുന്നത് ഹറാമുമില്ല, തെറ്റുമില്ല, ചെയ്യാവുന്നതുമാണ്. അത് സംബന്ധിച്ച് കിതാബുകൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ അവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് ആ കരാറ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺട്രാക്റ്റിൽ ഒരിക്കലും 2 തരത്തിലുള്ള കോൺട്രാക്ട് ഉണ്ടാകാൻ പാടില്ല. അതായത് നിങ്ങൾ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് അടച്ചു തീർത്താൽ 1000 രൂപ, 6 മാസം കൂടെ അടച്ചാൽ 1200 എന്ന രീതിയിൽ കോൺട്രാക്ട് ചെയ്താൽ അത് ഹറാമായി മാറും, തെറ്റായി മാറും. അത് ഒരു കച്ചവടത്തിൽ 2 കച്ചവടം എന്ന് പറയുന്ന രീതിയിലുള്ള കച്ചവട വ്യവസ്ഥയായി മാറും, അത് ഹറാമായി തീരും. അതല്ലെങ്കിൽ അതേസമയം അങ്ങനെ പറയാതെ ആദ്യം അയാൾ എത്ര മാസം കൊണ്ട് അടയ്ക്കാനൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ അങ്ങനെ 6 മാസം കൊണ്ട് അടയ്ക്കാൻ പറ്റുമെന്ന് അയാൾ പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ വില നിശ്ചയിച്ചു. അങ്ങനെ 1200 രൂപയ്ക്ക് ഇത് വിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കരാറുണ്ടാക്കി, അല്ലെങ്കിൽ അവർ ഇടപാട് നടത്തി 1200 രൂപയ്ക്ക് വിറ്റു, 6 മാസം കൂടെ അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് സാധുവാണ്, കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ വില നിശ്ചയിക്കുന്നിടത്ത് കൃത്യമായ അതിന്റെ വില എത്രയെന്ന് നിശ്ചയിച്ചുകൊണ്ട് വേണം അത് ഇടപാട് നടത്താൻ, അത്തരം തവണ വ്യവസ്ഥകളിൽ ഇടപാട് നടത്തുമ്പോൾ. അതോടൊപ്പം അയാൾ അടയ്ക്കാൻ, ഇപ്പോൾ അയാൾ 6 മാസത്തിൽ ഓരോ മാസം എന്ത് ചെയ്യണം? അടയ്ക്കണം. അടയ്ക്കുന്ന സമയത്ത് ഒരു മാസം അയാൾ അടയ്ക്കാൻ വിട്ടുപോയാൽ, അടച്ചില്ലെങ്കിൽ, അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? വില വർദ്ധിപ്പിക്കാനുള്ള അവകാശമില്ല. കാരണം കച്ചവടം പൂർത്തിയായി കഴിഞ്ഞു. കച്ചവടം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടത് അയാളുടെ മേലുള്ള കടമായി മാറുന്നു. ആ കടത്തിന്റെ മേൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും അധികം ആവശ്യപ്പെടുത്താൽ അത് പലിശയായും ഹറാമായും തീരും. അതുകൊണ്ട് വില നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം പിന്നെ വിലയിൽ വ്യത്യാസം വരുത്താനോ വ്യത്യാസം ആവശ്യപ്പെടാനോ പാടില്ലാത്തതാണ്, തെറ്റായി മാറുകയും ചെയ്യും. ഇത് 2 നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ തവണ വ്യവസ്ഥയിലുള്ള കച്ചവടങ്ങൾ ഹലാലാണ്, അല്ലെങ്കിൽ ചെയ്യാവുന്നതാണെന്നാണ് ഇസ്ലാമിക ഫിഖ്ഹിന്റെ, പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിന്റെ കാഴ്ചപ്പാട്. ഇനി ഞാൻ വേഗം നീങ്ങുകയാണ്, സമയം കുറഞ്ഞത് കാരണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യത്തിന് നമുക്ക് ഇത് ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അവസരമുണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ സംസാരം ഇവിടെ എത്തില്ല. മുറാബഹ എന്ന് പറഞ്ഞ കച്ചവട രീതി നമ്മുടെ സാധാരണ ഇസ്ലാമിക് ബാങ്കുകളിലൊക്കെ കാണുന്ന കച്ചവട രീതിയാണ് മുറാബഹ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങള് വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന, വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കച്ചവട രീതിയാണ് മുറാബഹ എന്ന് പറയുന്നത്. മുറാബഹ എന്ന് പറഞ്ഞാല് ലാഭം കൂടി ചേർത്തുകൊണ്ടുള്ള കച്ചവടം. സാധാരണയായി നമ്മളിപ്പോൾ സാധനം അങ്ങാടി പോയി മാർക്കറ്റിൽ പോയി മേടിക്കുമ്പോൾ, മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന് എത്രയാണ് കോസ്റ്റ് നമ്മൾ ചോദിക്കാറില്ല. അവർ വിൽക്കുന്ന വില 1000 രൂപ പറയും. 1000 റിയാൽ പറഞ്ഞാൽ നമ്മൾ പറയും 1000 റിയാൽ നമ്മൾ വാങ്ങും. അല്ലെങ്കിൽ നമ്മൾ അത് പറയും 900 തരുമെന്ന് ചോദിക്കും, അല്ലെങ്കിൽ 800 തരുമെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്തിനാ കുറയ്ക്കാൻ പറ്റും ചോദിക്കും. കുറയ്ക്കാൻ പറ്റി കുറച്ചിട്ട് ആ പൈസയ്ക്ക് നമ്മൾ വാങ്ങും. അത് സാധാരണഗതിയിൽ ബൈഉൽ മുസാവമ എന്നാണ് ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താറുള്ളത്. ബൈഉൽ മുസാവമ സാധാരണഗതിയിലുള്ള ഇങ്ങനെ വിലപേശിയിട്ടുള്ള കച്ചവട രീതികൾ, അത് ഹലാലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, അത് സ്വാഭാവികമാണ്. അതേസമയം എനിക്ക് ഈ സാധനത്തിന് ഇത്ര വില, എനിക്കിപ്പോ ഞാൻ മൊബൈൽ വാങ്ങി, ഈ മൊബൈലിൽ എനിക്ക് 1000 റിയാൽ വിലയുണ്ട്, എന്റെ മൊത്തം ചെലവ് അതാണ്. ഒരു 200 റിയാൽ കൂട്ടിത്തന്നാൽ, അല്ലെങ്കിൽ 300 റിയാൽ കൂട്ടിത്തന്നാൽ ഞാൻ നിനക്കത് വിൽക്കാം, 1300 ഞാൻ നിനക്ക് വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ വിറ്റാൽ അത് സഹിയാകുമോ ഇല്ലേ എന്നുള്ളതാണ് മുറാബഹയുടെ വിഷയം. അത് സഹിയാകും എന്നത് തന്നെയാണ് ഫിഖ്ഹി ഗ്രന്ഥങ്ങളുടെ മുഴുവൻ കാഴ്ചപ്പാട്. തുഹ്ഫയിൽ തന്നെ ഇമാം ഇബ്നു ഹജർ ഹൈതമി അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. വയസ്ഹ ബൈഉൽ മുറാബഹ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിഷയത്തിൽ കറാഹത്ത് പോലും ഇല്ലാതെ തന്നെ അത് സഹീഹാകും, കറാഹത്ത് പോലും അതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഇബ്നു ഹജർ ഹൈതമി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കച്ചവടം ഹലാലാണ്. ഇനി അതേസമയം ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ബാങ്കുകളിൽ സംഭവിക്കുന്നത് എന്താണ്? ഇസ്ലാമിക് ബാങ്കുകളിൽ നിങ്ങൾക്ക് ഒരു കാർ ആവശ്യം ഉണ്ടാവും. നിങ്ങൾ കാർ ആവശ്യമുണ്ട്, നിങ്ങൾ ബാങ്കിൽ പോയിട്ട് പറയാണ് എനിക്ക് ഇന്ന കാറ്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ടയോട്ടയുടെ കൊറോള കാറ് വേണം, ഫോർ എക്സാമ്പിൾ, ഈ കാറ് വേണം, പുതിയ കാറ് വേണം എന്ന് നിങ്ങൾ ഇന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ചെന്ന് പറഞ്ഞിട്ടാണ്, അപ്പൊ അവർ പറയും ഓക്കെ അതിന് ഇത്ര വില വരും, മാർക്കറ്റ് ഇതിന് ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പം ഞങ്ങൾക്ക് നിങ്ങൾ എത്ര നാളുകൊണ്ട് അടച്ചു തീർക്കുമെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ഒരു 2 വർഷം കൊണ്ട് ഞങ്ങൾ അടച്ചു തീർക്കും. അപ്പൊ 2 വർഷം കൊണ്ടാണ് ഞങ്ങളുടെ ലാഭത്തിന്റെ റേറ്റ് ഇത്രയാണ്, അപ്പൊ ഇത്ര ലാഭം വെച്ചിട്ട് ഞങ്ങളത് നിങ്ങൾക്ക് വിൽക്കാം. അപ്പൊ ഒരു 80,000 രൂപയുടെ ഒരു കാറാണെങ്കിൽ ഞങ്ങളുടെ ലാഭം ചേർത്ത് നിങ്ങൾ മൊത്തം ഒരു 90,000 ദിർഹംസ് നിങ്ങൾ അതിന് അടയ്ക്കണം, അത് ഇത്ര 2 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി എന്ന് ബാങ്ക് പറയും.
അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ബാങ്ക് എന്ത് ചെയ്യുന്നു? ആ സാധനം ബാങ്ക് വാങ്ങുന്നു. ബാങ്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ ലാഭം, അവരുടെ ലാഭം കൂടി ചേർത്തിട്ട് ഈ 90,000 നിങ്ങൾക്ക് മറിച്ചു വിൽക്കുന്നു. എന്നിട്ട് ഈ മറിച്ചു വിറ്റ വിൽപ്പന വില നിങ്ങൾ 6 മാസം കൊണ്ടോ 2 വർഷം കൊണ്ടോ 1 വർഷം കൊണ്ടോ എത്രയാണോ നിങ്ങളുമായി കരാറായത് ആ വർഷം കൊണ്ട് അടച്ചു തീർക്കുകയും ചെയ്യുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ തവണ വ്യവസ്ഥകളിലൂടെ വന്നു. അതോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞ മുറാബഹ അടിസ്ഥാനം എന്ന് പറയുന്ന ലാഭം കൂടി ചേർത്തുകൊണ്ട് അത് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു രീതിയും വന്നു. അങ്ങനെ വിൽക്കുന്നതിന്റെ വിധി എന്താണ് എന്നുള്ളതാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എന്റെ കോസ്റ്റ് ഇത്രയാണ്, എന്റെ ലാഭം ഇത്ര വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിറ്റാൽ അത് സഹിയാകും. പക്ഷെ ഒരാൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടാൽ, എനിക്കിങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇത് നീ 1000 മേടിച്ചിട്ട് എനിക്ക് 1500 വിക്ക്, ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞാൽ ഞാൻ അതിലും പിന്നെ പ്രത്യേകിച്ച് കാലാവധി അടുത്ത 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 മാസം കൊണ്ട് അടച്ചു തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യപ്പെട്ടാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഫിഖ് ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ തന്റെ കിതാബിൽ ഉമ്മില് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ഒരാൾക്കൊരു വസ്തു കാണിച്ചു കൊടുക്കുകയും ഒരു വിൽപ്പന സാധനം കാണിച്ചു കൊടുക്കുകയും അത് വാങ്ങിയാൽ അത് നിനക്ക് ഞാൻ ലാഭം തന്ന് നിന്റെ അടുത്ത് വാങ്ങിക്കോളാം എന്ന് പറയുകയും ചെയ്താൽ അത്തരം വിൽപ്പനകൾ ജായിസാണ് എന്ന് ഇമാം ഷാഫി തന്നെ തന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശേഷമുള്ള പണ്ഡിതന്മാരെ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള കച്ചവട വിൽപ്പന ഇന്ന് നമ്മൾ ഇസ്ലാമിക ബാങ്കുകളിലും മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഹലാലായ കച്ചവട രീതിയാണ്, കറാഹത്ത് പോലും ഇല്ല എന്നാണ് നേരത്തെ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ആ തുഹ്ഫയിലൂടെ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഫിഖ് ഗ്രന്ഥങ്ങൾ മറ്റൊന്നും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അത് പറയുന്നുണ്ട്, ഇപ്പൊ അതിന് ഒരു 100 റിയാലിന്റെ സാധനമാണെങ്കിൽ അതിൽ ഓരോ 10 റിയാലിനും 1 റിയാൽ വെച്ചേക്ക് ലാഭം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിറ്റതെങ്കിൽ അതും സഹീഹാണ് എന്ന് ഫിഖ് ഗ്രന്ഥങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് ലാഭത്തിന്റെ മൊത്തം വിലയുടെ ഇത്ര ശതമാനം ലാഭത്തിന് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിറ്റാലും ആ വിൽപ്പനയും സഹീ ആകും എന്നർത്ഥം. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതായത് പിന്നെ തവണകളായിട്ട് അടയ്ക്കുകയാണെങ്കിൽ വില കൃത്യമായി എത്രയാണ് എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണം. വില എത്രയാണ് കൃത്യമാണ് എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണം. അതുപോലെ തന്നെ എത്ര നാൾ കൊണ്ട് അടച്ചു തീർക്കും എന്നുള്ളതൊന്നും നിശ്ചയിച്ചിരിക്കണം. അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ പിന്നീട് വിലയിൽ മാറ്റം വരുത്താൻ പാടില്ല. ഇത്തരം നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ മുറാബഹ രീതിയിലുള്ള കച്ചവടം, അതിനെ ഈ തവണ വസ്തുക്കൾ കൂടിയായ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഹലാലായ കച്ചവട രൂപമാണ് അത് എന്ന് പറയുന്നത്. സാധാരണയായി ബാങ്കിൽ സംഭവിക്കുന്ന ആ രീതി എന്താണെന്ന് വെച്ചാൽ, ബാങ്കിനെ നമ്മൾ ആദ്യം സമീപിക്കുന്നു. ബാങ്ക് നമ്മൾ ആവശ്യപ്പെടുന്ന വസ്തു നമ്മുടെ ബാങ്കിൽ വാങ്ങാൻ താല്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധാരണാപത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിൽ സൈൻ ചെയ്യുന്നു. അതിനുശേഷം ബാങ്ക് ആ സാധനം വാങ്ങുന്നു. ബാങ്ക് വാങ്ങിയിട്ട് ബാങ്ക് നമുക്കത് മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ബാങ്ക് നേരിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ബാങ്കിന് ഒരു ഏജന്റ് മുഖേന ബാങ്ക് അത് വാങ്ങാം. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു വിഷയം, ബാങ്ക് ചിലപ്പോൾ ഒരുപക്ഷെ അത് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പോകുമ്പോൾ തന്നെ നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടാവും. ഇത് വാങ്ങുന്നതിന് ആദ്യം ഇതിന്റെ ഫോമിൽ സൈൻ ചെയ്യും, പിന്നെ വാങ്ങിയ ദിവസം ഫോമിൽ സൈൻ ചെയ്യിക്കുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹറാമായി മാറും. കാരണം അയാളുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കുകയാണ്, അത് പാടില്ല. ഒരു സാധനം വാങ്ങി അയാളുടെ അധീനതയിൽ ആയതിനു ശേഷം മാത്രമേ അത് മറ്റൊരാൾക്ക് വിൽക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം വിശദമായി പറയുന്നുണ്ട്. എന്താണ് അതിന്റെ വ്യത്യാസം? ബാങ്ക് ആ കാറ് വാങ്ങി നിങ്ങൾക്ക് വിൽക്കുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ഇടയിലുള്ള ഒരു 10 മിനിറ്റ് ആയിക്കോട്ടെ, 5 മിനിറ്റ് ആയിക്കോട്ടെ, ഈ സമയത്തിനുള്ളിൽ ആ കാറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാം നിയമം, അതായത് ഇസ്ലാം പറയുന്നത് ഒരു റിസ്ക് ഇല്ലാതെ ലാഭം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. റിസ്ക് ഇല്ലാത്ത ഒരു കേസിൽ ലാഭം ഇല്ല എന്നുള്ളതാണ്. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ റിസ്ക് നമ്മളെ ഉത്തരവാദിത്തം, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിന് റിസ്ക് നമുക്കാണ്. അപ്പൊ ബാങ്കിന് ആ എത്ര നേരം ബാങ്ക് ഉടമസ്ഥയിൽ ആ കാറ് വരുന്നോ ആ അത്രയും സമയം അതിന് ആ കാറിന് സംഭവിക്കുന്ന എല്ലാ കേടുപാടുകൾക്കും ബാങ്ക് പിന്നെ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ വരുന്നതുകൊണ്ട് അതിനുശേഷമാണ് ബാങ്ക് വിൽക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ മാത്രമേ ആ വിൽപ്പന സഹിയാവുകയുള്ളൂ. അല്ല ആദ്യം തന്നെ എല്ലാം സൈൻ ചെയ്തിട്ട് വെറും ഒരു ഇസ്ലാമികം എന്ന് പറഞ്ഞാൽ അത് സഹിയായിക്കൊള്ളുന്നില്ല. അവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അവർ വാങ്ങിയതിനു ശേഷം നമുക്ക് മറിച്ച് വിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇതാണ് മുറാബഹയുമായി ബന്ധപ്പെട്ട വിഷയം. ഇനി മറ്റൊന്ന്, സാധാരണയായി കാണപ്പെടുന്ന മറ്റൊരു നമ്മളെ ഇടയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ബാങ്കുകളുടെ രീതിയിൽ കാണപ്പെടുന്ന മറ്റൊരു കച്ചവട രീതിയാണ് തവർറുക്ക് അല്ലെങ്കിൽ ബൈഉൽ ഈന എന്ന് പറയുന്ന കച്ചവട രീതി. തവർറുക്ക് എന്ന് പറയും. ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളിൽ ബൈഉൽ ഈനത്ത് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഹംബലി മദ്ഹബില് തവർറുക്ക് എന്ന പദം ഹംബലി മദ്ഹബുകാർ ഉപയോഗിച്ച പദമാണ്. അത് രണ്ട് വിഷയങ്ങളാണ് ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ സംഭവിക്കുന്നത്,
നമുക്കൊരു സാധനം, നമുക്ക് കാശ് ആവശ്യമുണ്ട് ശരിക്ക്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ എന്റെ കയ്യില് എന്റെ മൊബൈലിൽ എനിക്കൊരു 1000 റിയാൽ ആവശ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എന്റെ മൊബൈൽ 1000 റിയാലിന് നിങ്ങൾക്ക് വിൽക്കുന്നു, 1000 റിയാലിന്. അപ്പൊ എനിക്ക് 1000 റിയാൽ കിട്ടി. പക്ഷേ എനിക്ക് ഈ കാശ് ആവശ്യം, മൊബൈൽ വിൽക്കാൻ താല്പര്യമില്ല. 1000 റിയാലിന് മൊബൈൽ വിറ്റതിന് ശേഷം 1200 റിയാലിന് അല്ലെങ്കിൽ 1300 റിയാലിന് ഞാൻ ആ മൊബൈൽ തിരിച്ചു വാങ്ങുന്നു. ആ മൊബൈൽ തിരിച്ചു വാങ്ങും 1300 റിയാലിന്. എന്നിട്ട് ഞാൻ അയാളോട് പറയും, ഈ 1300 റിയാൽ ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് അടച്ചു തീർക്കാം, അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കാം, ഒന്നിച്ചടയ്ക്കാം അല്ലെങ്കിൽ തവണകളായിട്ട് അടയ്ക്കാം. അപ്പൊ ഇതെന്തായി, എനിക്ക് 1000 റിയാൽ കിട്ടി, ഇപ്പൊ അതിന്റെ ആവശ്യം നടക്കും. അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം, ഇയാൾക്ക് 1300 കൊടുക്കണം. അപ്പൊ ശരിക്കും കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്, അപ്പൊ 1300 ഞാൻ കൊടുക്കണം. അപ്പൊ ഇയാൾക്ക് 300 റിയാൽ അധികം കിട്ടും. പക്ഷെ നേരിട്ട് ഒരു പലിശ ഇടപാട് നടത്തുന്ന നേരിട്ടുള്ള ഒരു ഇടപാടല്ല, മറിച്ച് അവിടെ ഒരു കച്ചവടം ഇടയിൽ വന്നു, ഒരു സാധനം വിറ്റു, ആ സാധനം വാങ്ങി. ഇങ്ങനെ ചെയ്യുന്ന ഇടപാടുകൾക്കാണ് തവർറുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഇടപാട് നടത്താൻ പറ്റുമോ ഇല്ലേ, അതിലെ ഹുക്കം എന്താ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ശാഫി മദ്ഹബല്ലാത്ത മറ്റ് 3 മദ്ഹബുകളും അങ്ങനെ വിൽക്കുകയും എന്നിട്ട് അയാളിൽ നിന്ന് തന്നെ തിരിച്ചു വാങ്ങുകയും, ഇയാൾക്ക് വിൽക്കുക എന്നിട്ട് ഇയാളിൽ നിന്ന് തന്നെ ആ സാധനം തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഈ ഒരു രൂപം, ഇത് ഹറാമാണ് എന്നതാണ് ശാഫി മദ്ഹബല്ലാത്ത മറ്റെല്ലാ മദ്ഹബുകളുടെയും അഭിപ്രായം. അതല്ലെങ്കിൽ തിരിച്ചാകാം, ഒരു സാധനം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങുക. ഞാൻ ഒരു ഉദാഹരണം, അതിന് 2 രൂപങ്ങളുണ്ട്, അതിന് ഓപ്പോസിറ്റ് രൂപമുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ചില ആൾക്കാർ ചെയ്യുന്ന പണിയാണ്, നമുക്കൊരു കുറച്ച് കാശ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അല്പം സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മെറ്റൽ മാർക്കറ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേൾഡ് തലത്തില് പലതരത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റുകൾ ഉണ്ടാവും. ഈ സാധനത്തിനൊക്കെ നമ്മൾക്കൊരു 50,000 റിയാലിന് ഒരു വസ്തു മേടിക്കുന്നു. സാധാരണ ബാങ്കുകളൊക്കെ ചെയ്യുന്നത് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ നിന്നും ഇരുമ്പ്, അതുപോലെ തന്നെ സ്റ്റീൽ, അതുപോലെ വിവിധ സാധനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഓൺലൈനിലായിട്ട് അവർ കച്ചവടത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടാവും, അതിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിട്ട്. അപ്പൊ ഈ സാധനങ്ങൾ വാങ്ങാണ് ബാങ്കിൽ ചെയ്യുക. ഇപ്പൊ ഈ സാധനം നമ്മൾ 50,000 റിയാലിന് നമ്മൾ ബാങ്ക് മേടിച്ച് നമ്മൾ 50,000 റിയാൽ ഇങ്ങോട്ട് മേടിക്കുന്നു. എന്നിട്ട് നമ്മൾ 50,000 റിയാൽ നമ്മൾ 6 മാസം കൂടെ, 2 വർഷം കൂടെ, അല്ലെങ്കിൽ 3 വർഷം കൂടെ അടച്ചു തീർക്കാന്ന് കരാറിൽ ഏർപ്പെടുന്നു. എന്നതിന് ശേഷം നമ്മൾ ഇതേ സാധനം നമ്മൾ കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ അപ്പം തന്നെ വിൽക്കുന്നു. വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ വിൽപ്പന അങ്ങോട്ടൊന്ന് ഇങ്ങോട്ട്, അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏത് രൂപത്തിലും ആകാൻ അർത്ഥം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ആരിൽ നിന്നാണോ ഈ സാധനം വാങ്ങിയത് അയാൾക്ക് തന്നെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ചാണ് ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ ബൈഉൽ ഈന എന്ന് പറയുന്നത്. ഇത് ഹറാമാണെന്നാണ് മറ്റു 3 മദ്ഹബുകളുടെ അഭിപ്രായം. അതേസമയം ആദ്യത്തെ വിൽപ്പനയിൽ തിരിച്ച് എനിക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കണമെന്ന നിബന്ധന ആദ്യത്തെ വിൽപ്പനയെ വെച്ചിട്ടില്ലെങ്കിൽ അത് ജായിസാണ് എന്നാണ് ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം. കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, ചിലപ്പോ കൂടെ നിന്നാൽ മനസ്സിലാക്കും. അപ്പൊ അതായത് നമുക്ക് ആവശ്യമുള്ളൊരു വസ്തു നമ്മൾ 50,000 റിയാലിന് വാങ്ങുന്നു. പക്ഷെ 50,000 റിയാൽ നമ്മൾ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് അടയ്ക്കാന്ന് പറയുന്നു. അങ്ങനെ അടയ്ക്കാന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്തായി, 50,000 ഒരു സാധനം കിട്ടി, നമ്മൾ പിന്നീട് അടച്ചാൽ മതി. പക്ഷെ നമുക്കിപ്പം കാശ് ആവശ്യം. അപ്പൊ നമ്മൾ ഇതേ സാധനം 40,000 റിയാലിന് മാർക്കറ്റിൽ വിൽക്കുന്നു. അപ്പൊ വാങ്ങുന്നത് ആരെന്നാണോ വിറ്റത് അയാൾ തന്നെയാണ് തിരിച്ചു വാങ്ങുന്നതെങ്കിൽ അതിന് ബൈഉൽ ഈന എന്ന് പറയും. അത് ഹറാമാണെന്ന് മറ്റ് 3 മദ്ഹബുകളുടെ അഭിപ്രായം, പക്ഷെ ജായിസാണ് എന്ന് ഷാഫി മദ്ഹബ് പറയുന്നു. അതേസമയം ആ രണ്ടാമത് നമ്മൾ വിൽക്കുന്നത് അതേ ആൾക്കല്ല, 3ാമത് ആൾക്കാണ് വിൽക്കുന്നത്. ആ വിൽക്കുന്നത് അതേ ആൾക്കല്ല, നമ്മൾ 50,000 ആരെന്നാണോ വാങ്ങിയത് അതേ വ്യക്തിക്ക് വിൽക്കുന്നില്ല, മറിച്ച് 3ാമതൊരു വ്യക്തിക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിന് തവർറുക്ക് എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുന്നത്. അത് ഹലാലാണെന്നാണ് എല്ലാ മദ്ഹബുകളുടെയും അഭിപ്രായം. ഈ ഒരു കച്ചവട രൂപം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇസ്ലാമിക് ബാങ്കുകളിൽ പേഴ്സണൽ ഫൈനാൻസ് ചെയ്യുന്നത്. പേഴ്സണൽ ഫൈനാൻസിന് വേണ്ടി നിങ്ങൾക്ക് 1 ലക്ഷം ദിർഹംസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാങ്കിനെ സമീപിക്കുമ്പം ബാങ്ക് ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ ബാങ്ക് ആവശ്യമാണെന്ന് പറയുമ്പം ബാങ്ക് പറയും എന്നാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു തവർറുക്ക് വ്യവസ്ഥയിൽ അതിന്റെ ട്രാൻസാക്ഷനിൽ ഒപ്പിടാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു രീതിയിലേക്ക് ബാങ്ക് പോകും. അപ്പൊ അങ്ങനെ ബാങ്ക് പോകുമ്പോ ബാങ്ക് ചെയ്യുന്ന രീതി ബാങ്ക് ചെയ്യുന്ന ഒരു രൂപം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമായി ബാങ്കിനെ സമീപിക്കുന്നു, ഇങ്ങനെ സാധനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്, ഇതിന് എത്ര കാശ് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ബാങ്കിന് 2 കമ്പനികൾ, 2 ബ്രോക്കർമാരുണ്ടാവും.
അവരെ മിക്കവാറും ഇപ്പൊ ഈ തവറുക്ക് നടത്തുന്നവരൊക്കെ ലണ്ടനിലെ ഒരു ഇത്തരം മെറ്റലുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ എക്സ്ചേഞ്ച് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പല ബാങ്കുകളും ഇടപാട് നടത്തുന്നത്. അധികവും ഇരുമ്പ്, സ്വർണം, വെള്ളി മേടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ റിബവിയായ പ്രശ്നമുള്ളത് കൊണ്ട് സ്വർണം, വെള്ളി അവർ വാങ്ങാറില്ല ഓൺലൈനിൽ. മറിച്ച് സ്റ്റീല്, അതല്ലെങ്കിൽ ഇരുമ്പ്, അതുപോലെ അങ്ങനത്തെ വ്യത്യസ്ത ലോഹങ്ങൾ, അങ്ങനത്തെ ഏതെങ്കിലും സാധനങ്ങളാണ് വാങ്ങാറുള്ളത്. അപ്പൊ അത് ബാങ്ക് ഒരു ബ്രോക്കറിൽ നിന്നും ഈ എക്സ്ചേഞ്ച് ഒരു ബ്രോക്കർ വഴി ബാങ്ക് മേടിക്കും. ബ്രോക്കർ വാങ്ങിയിട്ട് ബ്രോക്കർ ബാങ്കിന് വിൽക്കുന്നു അർത്ഥം. ഈ ബാങ്ക് 50,000 റിയാൽ ആ സാധനം വാങ്ങും. അല്ല, 1 ലക്ഷം റിയാൽ നമ്മൾ വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ 1 ലക്ഷം റിയാൽ ബാങ്ക് മേടിക്കും. എന്നിട്ട് ബാങ്ക് നിങ്ങൾ എത്ര മാസം കൊണ്ട് അടച്ചു തീർക്കുന്നു പറഞ്ഞാൽ ആ അത്ര മാസത്തെ ലാഭം കണക്കാക്കിയിട്ട് ബാങ്ക് പറയും 1,20,000 റിയാലിന് അല്ലെങ്കിൽ 1,30,000 റിയാലിന് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ സാധനം വിൽക്കാന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ മുറാബാഹ രൂപത്തിൽ ബാങ്ക് നിങ്ങൾക്ക് 1,30,000 റിയാലിന് വിൽക്കുന്നു. അപ്പൊ നമ്മൾ കരാർ ഈ 1,30,000 റിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ 3 വർഷം കൊണ്ട് അടച്ചു തീർക്കാമെന്ന് ബാങ്കുമായിട്ട് നമ്മൾ കരാറിലെത്തുന്നു. ഓരോ മാസം ഇത്ര വീതം ഞങ്ങൾ ഓരോ മാസം അടച്ചു തീർക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ 1,30,000 റിയാലിന് നിങ്ങൾ വാങ്ങിയ ആ സാധനം മാർക്കറ്റിൽ അത്രയും വിലയില്ല. ശരിക്കും മാർക്കറ്റിൽ 1 ലക്ഷം റിയാലേ വിലയുള്ളൂ. ബാങ്ക് നിങ്ങൾക്ക് വെച്ചത് അവർ ലാഭം കൂടി ചേർത്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബാങ്കിനോട് പറയുന്നു, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ വിറ്റ് തരാനും ബാങ്കിനെ ചുമതലപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ആ സാധനം മാർക്കറ്റിൽ വിൽക്കുന്നു. ആ വിൽക്കുമ്പോൾ കിട്ടുന്ന 1 ലക്ഷം ആയിരിക്കാം, ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ട് വന്നു വരാം. അങ്ങനെ വിൽക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്താണോ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ തരുമ്പോ അത് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ തവറുക്കിന്റെ രൂപമാണ് ഈ പറഞ്ഞത്. പക്ഷേ പണ്ഡിതന്മാരെ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് നല്ല ശതമാനം പണ്ഡിതന്മാരും പറയുന്നത് ഇത് കാരണം ഓർഗനൈസ്ഡ് ആണ്. ആദ്യം നമ്മൾ ധാരണ ഉണ്ടാക്കി. നേരത്തെ ഒരാൾ വാങ്ങിയിട്ട് തിരിച്ചു വെക്കുന്ന ഒരു സാധാരണ സിമ്പിൾ തവറുക്കിന്റെ രൂപമല്ല, മറിച്ച് ആദ്യ ധാരണയാണ് എനിക്ക് എത്ര കാശ് വേണം, അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ വാങ്ങുക, തിരിച്ചങ്ങോട്ട് വെക്കുക. അതിനുവേണ്ടി 2 കമ്പനി അവിടെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആ കമ്പനി സാധനം വാങ്ങും, സർട്ടിഫിക്കറ്റ് സാധനം മേടിക്കുന്നു, ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു. ഓൺലൈനിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ശേഷം നിങ്ങൾ ബാങ്കിനെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ വക്കാലത്തിൽ ബാങ്കുമായി ഒപ്പിടുന്നു. അങ്ങനെ വക്കാലത്തിൽ ഒപ്പിട്ട ശേഷം ബാങ്ക് ആ സാധനം നിങ്ങൾക്ക് വേണ്ടി വിൽക്കുന്നു. അപ്പൊ അതെല്ലാം ഒരു ആദ്യമേ ധാരണയിലെത്തിയ സംഗതി ഇങ്ങനെ ചിത്രം വരച്ച് ഇങ്ങനെ സംഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഹലാലല്ല, ഹറാമാണ് എന്ന് പ്രമുഖരായ പല പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഫിഖ് അക്കാദമി ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ ഫിഖ് അക്കാദമി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ അത് ഹറാമാണ് എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് അവരുടെ ചർച്ചകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതേസമയം ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പതുകയും ചെയ്യുമ്പോൾ പ്രത്യേകമായി നേരത്തെ ഈനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഷാഫി മദ്ഹബില് ആൾക്ക് തന്നെ വിറ്റാൽ പോലും ഹലാലാണ് എന്ന അഭിപ്രായം നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ, ആദ്യത്തെ വിൽപ്പനയിൽ തിരിച്ചെനിക്ക് വിൽക്കണമെന്ന് നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ വിൽക്കാം എന്നുള്ള ഷാഫി മദ്ഹബിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം നവവി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, ഒരു ഗ്രാമത്തിൽ ഇത്തരം കച്ചവടങ്ങൾ സുലഭമാവുകയും എല്ലാവരും ഈ രീതിയിൽ കച്ചവടം ചെയ്യുകയും ചെയ്ത അവസ്ഥ ഉണ്ടായാൽ പോലും അത് ഹലാലാണ്, തെറ്റില്ല എന്ന അഭിപ്രായം ഇമാം നവവി ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും അത് വളരെ മറ്റുള്ള മദ്ഹബുകളൊക്കെ എതിർക്കുന്ന ഒരു രൂപമായതുകൊണ്ടും അതുപോലെ തന്നെ അതിൽ തെറ്റായ പല ഘടകങ്ങളും വന്നു ചേരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടും അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റൊന്നുമില്ല, നമുക്ക് നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞു, നമുക്ക് പലിശ ബാങ്കിന് പലിശ എടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന അവസരങ്ങളിൽ ആ പലിശയിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരമൊരു രൂപം വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്നെ ഈ ഐനയെ കുറിച്ച് പറയുന്നിടത്ത് സൂചിപ്പിക്കുന്നത് പല തരം കച്ചവടങ്ങൾ ഉണ്ടാവും. യുക്റഹു, ചിലപ്പം കച്ചവടം ഖറാഹത്താകും, അതൊക്കെ ബൈ അൽ ഐന എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കച്ചവട രീതികൾ, പലിശയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള കച്ചവട രീതികൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ കറാഹത്താണ് എന്നുള്ള അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ മുമ്പിൽ മറ്റുള്ള വഴികളില്ല, വഴികൾ അടയുന്നു എന്നൊരു അവസരത്തിൽ വേണമെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് ഉത്തമം എന്നാണ് ഗ്രന്ഥങ്ങളുടെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതാണ് തവറുക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ വന്നപ്പം തന്നെ പലരും ചോദിച്ചതാണ് കാർഡുകളെ കുറിച്ച്. എല്ലാവരുടെ പേഴ്സും പരതിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അല്ലേ? എത്ര കാർഡുകൾ ഉണ്ടാവും? കുറെ ഉണ്ടാവും. അപ്പൊ നേരത്തെ പലരുടെയും 5ഉം 10ഉം ഒക്കെ കാർഡുകൾ ഓരോരുത്തരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കാർഡുകൾ പലതരം ഉണ്ടല്ലേ? ഗൾഫിൽ വന്നാൽ മൊത്തം കാർഡുകളാ. ID കാർഡ്, മറ്റേ കാർഡ്, ഹെൽത്ത് കാർഡ്, 100,000 കാർഡുകൾ. കൂട്ടത്തില് ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തന്നെ 5, 6, 7, 8, 9, 10 ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ. ഇത്തരം കാർഡുകൾ സുലഭമായി നമ്മുടെ മുമ്പിലുണ്ട്.
അപ്പൊ ഈ കാർഡുകളെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര വീക്ഷണം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിന്റെ രീതി എന്താണ് എന്ന് പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു വിഷയമാണ്. കാർഡ് എന്ന് പറയുന്നത് ബാങ്ക് കാർഡുകൾ പലതരത്തിലുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്ന് നമ്മൾ സാധാരണയായി നോൺ ക്രെഡിറ്റ് കാർഡ് അല്ലാത്ത കാർഡുകളുണ്ട്. അത് ATM കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്. ATM ഡെബിറ്റും കൂടി ഇപ്പോഴുള്ളതൊക്കെ അധികവും ATM പ്ലസ് ഡെബിറ്റ് കാർഡുകളാണ്. നമുക്ക് ATM നിന്ന് പൈസ വലിക്കാനും ഡെപ്പോസിറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് കടകളിൽ നിന്ന് കച്ചവട സാധനങ്ങൾ വാങ്ങുന്നതിനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കാർഡുകളാണ് നമ്മൾ സാധാരണയായി ബാങ്കുകൾ നമുക്ക് തരുന്ന ഡെബിറ്റ് കാർഡുകൾ. മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡുകളാണ്. ക്രെഡിറ്റ് കാർഡുകൾ തന്നെ 2 രൂപത്തിലുണ്ട്. ഒന്ന് ചാർജ് കാർഡ് എന്ന് പറയും, മറ്റൊന്ന് റിവോൾവിംഗ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയും. അതായത് ഇന്ന് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സുലഭമായ കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ. അതിന് പുറമെ ചില ഇസ്ലാമിക് ബാങ്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാർഡ് രീതിയാണ് ചാർജ് കാർഡ് എന്ന് പറയുന്നത്. അതായത് അതിൽ നമുക്ക് ഒരു നിശ്ചിത സംഖ്യ നമുക്കതിൽ അവര് നമുക്ക് ലിമിറ്റായിട്ട് തരും. ഉദാഹരണമായിട്ട് നമുക്ക് 5000 റിയാലിന്റെ ഒരു ലിമിറ്റുള്ള കാർഡ് തരും. ആ 5000 റിയാൽ ലിമിറ്റിൽ നമുക്ക് പർച്ചേസ് നടത്താം, ഉപയോഗിക്കാം. നമ്മുടെ സാലറിയുമായോ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടുമായോ ബന്ധപ്പെട്ട് കിടക്കും ആ കാർഡ്. അപ്പൊ മാസം അവർ പറയുന്ന ഡേറ്റ് ആകുമ്പോൾ അതിന്റെ ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലെ ബാങ്കിലേക്ക് അടച്ചു കൊടുക്കണം. അതിന് പ്രത്യേകമായി ഇത്ര ശതമാനം അടച്ചാൽ പലിശ ഇല്ലാതെയും ബാക്കിയുള്ളത് പലിശയും ചേർത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ പൈസ ഫുള്ളായിട്ട് അടയ്ക്കണം. നിങ്ങൾക്ക് മൊത്തം കാർഡിന്റെ എക്സ്പെൻസുകൾക്ക് അവരൊരു വർഷത്തിൽ വാർഷികമായി ഫീസ് ഈടാക്കുകയും ചെയ്യും. മറ്റേ കാർഡുകളാകുമ്പോൾ അങ്ങനെയല്ല, അത് അതിന്റെ റിവോൾവിംഗ് ആണ്. അതിന് നമുക്ക് ഇത്ര 50 ദിവസമോ 45 ദിവസമോ നമുക്ക് അതിന് ക്രെഡിറ്റ് കിട്ടും. അതിന് 5% അടച്ചാൽ മതി, അല്ലെങ്കിൽ 10% അടച്ചാൽ മതി. അതിന്റെ ബാക്കി വീണ്ടും ഇങ്ങനെ ഉപയോഗിക്കാം. അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് അതിൽ മറ്റുള്ള ചാർജുകളും പലിശയും മറ്റുമൊക്കെ കൂടി വരുന്ന രൂപങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്ത കാർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും ഇപ്പോ കാർഡുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി ATM കാർഡുകൾ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കപ്പെട്ട കാർഡാണ്. അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോൾ അക്കൗണ്ട് എന്താണെന്നുള്ള ചോദ്യം ഉണ്ടാവും. അക്കൗണ്ട് എന്താണ്? അക്കൗണ്ട് നമ്മുടെ ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. അത് ബാങ്കിന് ശരിക്കും ഇസ്ലാമിക പണ്ഡിതന്മാരെ പറയുന്നത് ബാങ്കിന് നമ്മൾ കൊടുക്കുന്ന കടമാണ്. ബാങ്കിന്റെ അടുത്ത് നമ്മൾ ഏൽപ്പിക്കുന്ന കടമാണ് ശരിക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമ്മളെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതല്ല. കാരണം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതാണെങ്കിൽ അത് ബാങ്കിന് ഉപയോഗപ്പെടുത്താനുള്ള അവകാശമില്ല, ഉപയോഗപ്പെടുത്തപ്പെടാൻ പാടില്ല. അത് ബാങ്ക് അവിടെ തന്നെ സൂക്ഷിക്കണം, നമ്മൾ ചോദിക്കുമ്പോൾ തിരിച്ചു തരണം. പക്ഷെ ബാങ്ക് സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അവിടുത്തെ ഒരു കരുതലായിട്ട് കുറെ സംഖ്യ സൂക്ഷിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ ആളുകളുടെ നിക്ഷേപങ്ങളാണ് അവരെന്ത് ചെയ്യുന്നത്, മറ്റുള്ള കടമായിട്ടും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ കടമായി കൊടുക്കുന്ന സാധനത്തിന് അയാൾക്ക് ഉപയോഗപ്പെടുത്താം, കാരണം അയാൾ അതിന് ഉത്തരവാദിയാണ്. വദിഅത്തായിട്ട് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച സാധനമാണെങ്കിൽ അതിന് ഉത്തരവാദിത്തമില്ല. അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ ഉത്തരവാദിയല്ല, നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ അങ്ങനെയല്ലോ, ബാങ്കിൽ കൊടുക്കുന്ന കാശ് അവർ ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതിനെന്തെങ്കിലും പറ്റിയാൽ അവരെ തിരിച്ചു തരാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അത് കടമായിട്ടാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. ഒരു കടത്തിന്റെ ഇടപാടാണ് അവർ നമ്മളെ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്യാഷ് ബാങ്കിന്റെ കയ്യിലുണ്ട്. ആ നമ്മളെ അക്കൗണ്ടിലുള്ള ക്യാഷ് നമ്മൾ ബാങ്കിനെ വക്കാലത്താക്കുന്ന പോലെ ഇസ്ലാമിക ഫിഖ്ഹിലെ വക്കാലത്ത് എന്ന രൂപമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കാണ്, ഞാൻ ആർക്കും കച്ചവടത്തിന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് അതിനുള്ള പേയ്മെന്റ് ചെയ്യാനുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അവകാശം, ഒരു വക്കാലത്ത് ഒരു ഇതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. നമ്മുടെ ആ വക്കാലത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന ഒരു രൂപമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തെറ്റുള്ള കാര്യമെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്, അതിൽ പലിശ എന്നുള്ള സംഗതി വരുന്നില്ല. അതേസമയം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നതിന്റെ ഒരു രീതി വ്യത്യാസമുണ്ട്. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. കാരണം ക്രെഡിറ്റ് കാർഡിലെ ബന്ധം കുറച്ചുകൂടി വ്യാപകമാണ്. ഇവിടെ വെറും നമ്മളും ബാങ്കും മാത്രമല്ല, ശരിക്കും 5 കക്ഷികൾ ക്രെഡിറ്റ് കാർഡിൽ 5 വ്യത്യസ്ത എൻഡുകളുണ്ട് ക്രെഡിറ്റ് കാർഡിൽ. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക്, നിങ്ങൾക്ക് കാർഡ് തരുന്ന ബാങ്ക്, പിന്നെ നിങ്ങൾ കാർഡ് ഹോൾഡറായ നിങ്ങൾ. മറ്റൊന്ന് ഈ കാർഡുകളുടെ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക്, വിസ എന്ന് പറയുന്ന, മാസ്റ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ്പ്രസ് എന്തൊക്കെയുണ്ടല്ലോ, അമേരിക്കൻ എക്സ്പ്രസ്, പിന്നെ വേറെന്താ അങ്ങനെ കുറെ ഉണ്ട്. അങ്ങനത്തെ ആ കാർഡ് നെറ്റ്വർക്ക് അത്. മറ്റൊന്ന് ഈ കച്ചവടക്കാരൻ, നമ്മൾ ആരുന്നാണ് സാധനം വാങ്ങാൻ കച്ചവടക്കാരൻ. അയാളുടെ അടുത്തൊരു പോയിന്റ് ഓഫ് സെയിൽ ഉണ്ടാവും അല്ലെ, ആ സാധനത്തിൽ കാർഡ് വെച്ചു കൊടുക്കുന്നത്. ആ പോയിന്റ് ഓഫ് സെയിൽ നൽകിയിരിക്കുന്ന ഒരു ബാങ്കാണ്, അയാളുടെ അക്കൗണ്ടുള്ള ബാങ്കാണ്. ആ ബാങ്കിലേക്കാണ് ഈ കാശ് പോകുന്നത്. അപ്പൊ ആ അക്യൂറിംഗ് ബാങ്ക് അല്ലെങ്കിൽ കാശ് ഈടാക്കുന്ന ബാങ്ക് എന്ന് പറയും ആ ബാങ്ക്. ഇങ്ങനെ 5 കക്ഷികൾ ഒരു ക്രെഡിറ്റ് കാർഡിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിൽ വേണം അതിന്റെ നിയമങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിക്കേണ്ടത്. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് വിശദമായിട്ട് നമ്മൾ അതിന് ഒരു ദിവസം തന്നെ ചിലപ്പോൾ അതിനെക്കുറിച്ച് അതിന്റെ ഫിഖ്ഹി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതിന്റെ വിശദമായ രൂപങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിളായ നമുക്ക് പറയാവുന്ന പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം.
ഇവിടെ പ്രാഥമികമായി ബന്ധം മൂന്ന് ആളുകൾ തമ്മിലാണ്. ഒന്ന് കാർഡ് ഹോൾഡറായ നമ്മൾ, മറ്റൊന്ന് നമ്മൾ കാർഡ് തന്ന ബാങ്ക്, മറ്റൊന്ന് നമ്മൾ സാധനം വാങ്ങുന്ന ആ സ്ഥാപനം. ഈ മൂന്ന് പേരും തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ വളരെ പ്രധാനം. അപ്പൊ അത് എന്ത് ബന്ധമാണ്, നമ്മൾ എന്താണ് ഈ കാർഡ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിർണ്ണയിക്കുന്നതനുസരിച്ചാണ് അതിന്റെ ഹുക്മ് പറയാൻ പറ്റുള്ളൂ. ഈ ബന്ധം ഇവർ മൂന്ന് തമ്മിലുള്ള കച്ചവട ഇടപാട് എന്താ, ഒരു വിൽപ്പനയാണോ, ഒരു കടമാണോ, ഒരു വക്കാലത്തായിട്ട് നമ്മൾ ഏൽപ്പിക്കുകയാണോ, അതല്ല ഒരു ജാമ്യമാണോ, എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാട് എന്നത് നിശ്ചയിക്കുന്ന അടിസ്ഥാനത്തിൽ വേണം അതിന്റെ ഹുക്മിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ, നിയമത്തിലേക്ക് എത്തിച്ചേരാൻ. ഇവിടെ ഈ ബാങ്ക് നമുക്ക് കാർഡ് തരുമ്പോൾ ബാങ്കിന്റെ കാർഡ് തരുന്ന കൂടി ബാങ്ക് പറയും നമുക്ക് കടം തരില്ല, ബാങ്ക് നമുക്ക് കാശ് കിട്ടുന്നില്ല, നമുക്ക് കാശ് ഉപയോഗിക്കാനുള്ള അവകാശം തരുന്നത് അല്ലെ. കാരണം നമ്മുടെ കാശ് നമ്മൾ ഉപയോഗിക്കും മാത്രമേ നമ്മുടെ കാശ് നമ്മളിലേക്ക് എത്തുന്നുള്ളൂ. അതായത് കാശ് ഉപയോഗിക്കാനുള്ള ഒരു അവകാശമാണ് തരുന്നത്. അപ്പൊ നമ്മൾ ഈ കാർഡുമായി ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ആ കാർഡ് അവിടെ വെക്കുമ്പോൾ ആ കാർഡ് അവർ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ കാർഡ് ഈ ബാങ്ക് ഈ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിനെയും അതിന്റെ നെറ്റ്വർക്കിനെയും അവർക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അത് ഇവർ കാശ് തരുമെന്നുള്ള ആ വിശ്വാസത്തിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ആ ജാമ്യത്തിന്റെ പുറത്താണ് അവരെന്ത് ചെയ്യുന്നത്, നമുക്ക് സാധനം വിൽക്കുന്നത്. അങ്ങനെ ആ ജാമ്യം ഉറപ്പുവരുത്തിന് വേണ്ടി ആ കാർഡിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പം അവർ ആ ഇൻഫർമേഷൻ ഓൺലൈനായിട്ട് അതിന്റെ നെറ്റ്വർക്കിലേക്കും അക്വയറിംഗ് ബാങ്കിലേക്കും ഇഷ്യൂ ബാങ്കിലേക്കും ഒക്കെ പോയി ആ ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്ന് വളരെ നിമിഷ നേരം കൊണ്ട് ഉറപ്പുവരുത്തി ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് അവർ സാധനം നമുക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് ഇവിടെ ശരിക്കും നടക്കുന്നത് യഥാർത്ഥത്തിൽ ബാങ്ക് നമുക്ക് വേണ്ടി ലമാന് എന്ന ഇസ്ലാമിക അത് എന്താണെന്ന് വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ എന്റെ ഭൂരിപക്ഷ അഭിപ്രായത്തിലേക്ക് മാത്രമാണ് ഞാൻ പോകുന്നത്. ഇത് എന്റെ ഒരു ഇത്തിഹാദല്ല, പണ്ഡിതന്മാർ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലമാൻ എന്ന ഇസ്ലാമിന്റെ ഫിഖ്ഹിൽ പറയുന്ന ജാമ്യം എന്ന് പറയുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ ജാമ്യം എന്ന് പറയുന്ന ഒരു രൂപമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ബാങ്ക് പറയുന്നത് നിങ്ങൾ ഇയാൾക്ക് ഈ ക്രെഡിറ്റിന്റെ ലിമിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇയാൾക്ക് എന്തൊക്കെ വിൽക്കുന്നോ അതൊക്കെ തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ തന്നോളാം എന്ന് ബാങ്ക് ജാമ്യം എടുക്കുന്നു, ആ ജാമ്യം നൽകുന്നു, ആ ജാമ്യത്തെ അടിസ്ഥാനം അവർ വിൽക്കുന്നു. അതിന് ജാമ്യം ഒരാൾ നിന്നാൽ, ഒരാൾ ലാമിനായാൽ ആ കച്ചവടക്കാരന് ആ ജാമ്യക്കാരന്റെ അടുത്തൊന്നും ചോദിക്കാം, നമ്മുടെ അടുത്തൊന്നും ചോദിക്കാം. ജാമ്യക്കാരൻ കൊടുത്താൽ പിന്നെ ജാമ്യക്കാരൻ നമ്മളോട് ചോദിക്കാം. അതൊക്കെ ഇസ്ലാമിന്റെ ലമാനുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ബാങ്ക് ലാമിനായി നിന്നുകൊണ്ട് അവരോട് പറയുകയാണ്. അപ്പൊ ഈ വിഷയം പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നുണ്ട്. ഷാഫി മദ്ഹബ് അടിസ്ഥാനത്തിൽ ശേഷം വരാൻ പോകുന്ന ഇടപാടുകൾക്ക് ജാമ്യം നിൽക്കാൻ പാടില്ല. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ശേഷം വരാൻ പോകുന്ന, അതായത് ലമാനു മാസ യജിബു എന്നാണ് അതിനെക്കുറിച്ച് ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ലമാനു മാസ യജിബു എന്നാ പറയാം, ശേഷം നിർബന്ധമായി തരാം. കാരണം ഇപ്പൊ സാധനം വാങ്ങിയിട്ടില്ല, അപ്പൊ കൊടുക്കണ്ടല്ലോ. അപ്പൊ കാർഡ് നമുക്ക് തരുമ്പം നമ്മളെ മേലെ ഒരു ബാധ്യതയില്ല. നമ്മൾ ആ സാധനം വാങ്ങുമ്പോഴാണ് നമ്മുടെ മേൽ ബാധ്യത വരുന്നത്. അപ്പൊ ശേഷം ഉണ്ടാകാൻ പോകുന്ന ബാധ്യതയാണ്. ശേഷം ഉണ്ടാകാൻ പോകുന്ന ബാധ്യത ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന വിഷയത്തിലെ ചർച്ചയിൽ ഷാഫി മദ്ഹബിലെ ഇമാം ഷാഫിയുടെ ജദീദായ എന്ന് പറയുന്ന ഇമാം ഷാഫിയുടെ പിൽക്കാലഘട്ടത്തിലെ അഭിപ്രായം വാങ്ങാൻ അങ്ങനെ ജാമ്യം എടുക്കാൻ പാടില്ല എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫിഖ്ഹിലെ എല്ലാ ഷാഫി മദ്ഹബ് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന അത്തരം ഒരു ലമാന് സഹീഹല്ല എന്നാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഈ അഖദ് തന്നെ, ക്രെഡിറ്റ് കാർഡിന്റെ അഖദ് തന്നെ ശരിയല്ല എന്ന് പറയേണ്ടി വരും. അതേസമയം ഷാഫി മദ്ഹബിലെ തന്നെ പഴയ പിൽക്കാലഘട്ടത്തിലെ അഭിപ്രായം അനുസരിച്ചും അതുപോലെ തന്നെ മറ്റുള്ള മദ്ഹബിലെ മാലിക്കി മദ്ഹബും ഹനഫി മദ്ഹബും ഉൾപ്പെടെയുള്ള മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ അത് ജായിസായ ചെയ്യാവുന്ന ഒരു ഇടപാടുമാണ്. അത് ഏറ്റവും കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നത് ഹനഫി മദ്ഹബിലാണ്. ഹനഫി മദ്ഹബിലെ സർഖസി, ഇമാം ഷംസുദ്ദീൻ സർഖസി എന്ന് പറയുന്ന വലിയ അറിയപ്പെട്ട ഒരു ഫിഖ്ഹി പണ്ഡിതൻ അതിന്റെ വിശദമായ രൂപങ്ങൾ, ശരിക്കും ക്രെഡിറ്റ് കാർഡിന്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാവുന്ന രീതിയിൽ അതിന്റെ വ്യത്യസ്ത രീതികൾ, കാലാവധി നിശ്ചയിച്ചിട്ട് പറയുന്നതും ഇത്ര ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നതും അതിനെ ക്യാൻസൽ ചെയ്താൽ പറ്റൂല എന്ന് പറയുന്ന ആ വിവിധ രൂപങ്ങളൊക്കെ അന്നത്തെ ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഇന്നത്തെ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ രീതികളിലുമുള്ള കാര്യങ്ങൾ ശരിയാണ്, അത് സഹീഹാണ് എന്നതാണ് ഹനഫി മദ്ഹബിന്റെ കാഴ്ചപ്പാട്. ഞാൻ ആ വ്യത്യസ്ത മദ്ഹബിലൂടെ സൂചിപ്പിക്കുന്നതിന് പ്രധാന കാരണം പല ആളുകളും പല രീതിയിൽ ഉപയോഗിക്കുന്ന വിഷയമാണ്. നമ്മൾ ഒരു വിഷയം മാത്രം പറഞ്ഞ ആളുകളെ മുഴുവൻ ഹറാമ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടാകരുത്. അതേസമയം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ടാണ് വ്യത്യസ്ത മദ്ഹബുകൾ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു നിലപാടാണ് ഹനഫി മദ്ഹബ് ആ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. എന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും ഈ കാർഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വ്യത്യസ്ത നിയമങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഷർത്തുകൾ, നിബന്ധനകൾ ചർച്ച ചെയ്യുമ്പം പ്രശ്നം കൂടുതൽ രൂക്ഷമാകും. കാരണം ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഫീസുകൾ ഈ വിഷയത്തിൽ ബാങ്ക് ഈടാക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള. ഒന്നാമതായിട്ട്
ബാങ്ക് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനൊരു ഫീസ് ഈടാക്കും അല്ലെ? ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഫീസ് പൊതുവെ ഉണ്ടാവും, ചിലത് ഫ്രീ ആയി കൊടുക്കുന്നുണ്ടാകാം, ഒരു ഫീസ് ഉണ്ടാവും. മറ്റൊന്ന്, നമ്മളൊരു സാധനം നമ്മൾ ക്യാഷ് പിൻവലിക്കുകയാണെങ്കിൽ ആ പിൻവലിക്കുന്ന സമയത്ത് ഒരു ഫീസ് ഉണ്ടാവും, ക്യാഷ് അഡ്വാൻസ് ഫീ എന്ന് പറയും. മറ്റൊന്ന്, വേറൊരു കറൻസിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു ഫീസ് ഉണ്ട്. അതൊന്നും അല്ലാതെ ലേറ്റ് പേയ്മെന്റ് ഫീ എന്ന് പറഞ്ഞ ഫീ ഉണ്ട്. നമ്മൾ അടയ്ക്കാൻ താമസിച്ചാൽ അടയ്ക്കേണ്ട സമയത്ത് അടച്ചിട്ടില്ലെങ്കിൽ അതിന് ലേറ്റ് പേയ്മെന്റ് ഫീ എന്നുള്ള ഫീ ഉണ്ട്. അതിന് പുറമെ